കഴിഞ്ഞ ഒരു മണിക്കൂറിലധികമായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രൈസ്തവ സാഹിത്യ ലോകത്തിൽ അറിയപ്പെടുന്ന ഗായകരാണ് ഇവിടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. ജെയ്സൺ കൊട്ടാരക്കര, ബാബു ഓടനാവട്ടം, ജോൺ ലി ചാൾസ്, ഷാജു നാരായണൻ, ഡെന്നിസ് പുനലൂർ. അതുപോലെ തന്നെ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട മ്യൂസിഷ്യൻസ് ഇവിടെയുണ്ട്. വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ടവർ ബോബി, രജീഷ്, പ്രിൻസ് ഡാനി, അവരെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളിലും കർത്താവ് പ്രിയപ്പെട്ടവർക്ക് ധാരാളം ദൈവകൃപ നൽകി പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ഓരോ പാട്ടിനും നറേഷൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവാഞ്ചലിസ്റ്റ് KV പീറ്റർ സഹോദരനാണ്. ദൈവം പ്രിയ കർത്തൃദാസനെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇനി പേര് പറയുന്ന പ്രിയപ്പെട്ടവർ ദയവായി സ്റ്റേജിലേക്ക് കടന്നു വന്നിരിക്കണം എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ എഡ്വേർഡ് പോൾ സാംസൺ സ്റ്റേജിലേക്ക് വരണം. അതുപോലെ ബ്രദർ ജോർജ് കുട്ടി സാം, ഇവർ രണ്ടുപേരും ചെമ്മന്തൂർ ക്രിസ്ത്യൻ ബ്രദൻ ചർച്ചിലെ എൽഡേഴ്സാണ്. ഇന്നത്തെ സുവിശേഷ പ്രസംഗം പ്രധാന ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ചാണ്ടപ്പിള്ള ഫിലിപ്പ് ദയവായി സ്റ്റേജിലേക്ക് കടന്നു വരണം. ബ്രദർ MB ഫിലിപ്പ് കുളത്തുപുഴ, ജോൺ വർഗീസ് കൊട്ടാരക്കര, ബ്രദർ PG മാത്തുക്കുട്ടി, ബ്രദർ ബാബു വർഗീസ്, ബ്രദർ ഫിലിപ്പ് M കോശി കുറ്റിക്കോണം. ഇത്രയും പ്രിയപ്പെട്ടവർ ദയവായിട്ട് സ്റ്റേജിലേക്ക് വന്നിരിക്കണം എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. ഇതുവരെ നാം മനോഹരങ്ങളായിരിക്കുന്ന ഗാനങ്ങൾ നമ്മുടെ പ്രിയ സഹോദരന്മാർ പാടുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എല്ലാവരും കൂടെ ചേർന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് മനോഹരമായിരിക്കുന്നൊരു ഗാനം കൂടെ നമുക്ക് ആലപിക്കാം. നമുക്ക് വളരെ ആവേശം നൽകി തരുന്ന ഒരു ഗാനമാണ്. ഉലകമഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രം കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. ഗീതം ഗീതം ജയ ജയ ഗീതം എന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഗാനം കോയർ ഇപ്പോൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ഹലോ ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നമുക്കായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നമുക്കായി. ദൈവകോപത്തിൽ വെന്തഴിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തഴിഞ്ഞവനാ രക്ഷകൻ ജീവിക്കുന്നു. ഉറങ്ങും
കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുകരായിരിപ്പേ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ? വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പി കഥകുകളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉണർന്നിരിപ്പി കഥകുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2023 പുനലൂർ ചമ്മന്തൂർ ബ്രദറൻ കൺവെൻഷൻ ഈ വർഷം നടത്താൻ ദൈവം സഹായിച്ചു. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ വളരെ അനുഗ്രഹമായ രീതിയിൽ ഇന്നലെ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ കർത്താവ് സഹായിച്ചു. കർത്താദാസൻ ടി പി കനകരാജ് വളരെ അനുഗ്രഹമായ സത്യസുവിശേഷം ഇവിടെ ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുനലൂർ ബ്രദറൻ ക്രിസ്ത്യൻ ബ്രദറൻ അസംബ്ലി ചർച്ച് സ്ഥാപിതമായിട്ട് ഏതാണ്ട് 103 വർഷത്തോളമായി. 1920 ഈ സഭ ദൈവം സ്ഥാപിച്ചത്. അതിനുശേഷം കർത്തദാസന്മാർ ചാക്കോ ഉപദേശി, അതുപോലെ മണ്ണിലേത്ത് ഗീവർഗീസ് ഉപദേശി, സോളമൻ ഡേവിഡ് അങ്കിൾ, വി എസ് തോമസ് തുടങ്ങിയ കർത്തദാസന്മാരാൽ ഈ സഭ പരിപാലിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഒപ്പം സുവിശേഷ ഘോഷണത്തിൽ എം പി ജോൺ സാർ, പി സി മാത്യു സാർ, കുരിയേശു സാർ ഇങ്ങനെ തുടങ്ങിയുള്ള സഹോദരന്മാരും അവരെ ആ കാര്യത്തിൽ സഹായിച്ച് ഈ സഭയെ കർത്താവിൻ്റെ സത്യസുവിശേഷത്തിൻ്റെ സാക്ഷികളായി കഴിഞ്ഞ 103 വർഷം ഈ ദേശത്ത് ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം, ലോകത്തെമ്പാടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുജനനത്തെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ലോകം അന്ധകാരമയമാണ്. എവിടെയും പാപം നിറഞ്ഞ് യുവജനങ്ങൾ മയക്കുമരുന്നിനും സകലവിധ ദോഷത്തിനും വിധേയപ്പെട്ട് ലോകമെമ്പാടും ഇരുളിൽ നിന്നും ഇരുളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ ഇരുണ്ട ലോകത്തിന് ദിവ്യ വെളിച്ചമായി കടന്നു വന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ആണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുജനനത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാട്. അതെ, ഈ ലോകത്തിൽ പാപത്തിന് പരിഹാരം മറ്റൊരു നാമവുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. അവൻ ദൈവജനത്തിന് വേണ്ടി കാൽവരി കുരിശിൽ ഒരു പരമയാഗമായി അർപ്പിക്കപ്പെട്ട ദൈവമാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് ഇന്ന് സ്വർഗത്തിലാണ്. വാദത്വം ചെയ്ത പോലെ വേഗം വീണ്ടും വരും. അതിന് ഒരു കർത്തദാസൻ പാടിയിരിക്കുന്നത് എന്ന് വരും കർത്താവേ, ലോകം മൊത്തം ഇരുണ്ടുകൊണ്ടിരിക്കുകയാണ്, ഉദയ സൂര്യനായ അങ്ങ് എന്നാണ് ഉദിക്കുന്നത് എന്ന് ആ കർത്താസൻ പാട്ടിൽ കൂടി എഴുതി ചോദിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ എവരുടെയും പ്രത്യാശ അത് തന്നെയാണ്. എന്നാണ് കർത്താവേ അങ്ങ് വരുന്നത്? ഈ നാശലോകം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
അനേകം പേർ നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ നാശത്തിൽ നിന്ന് രക്ഷിപ്പാൻ ലോകത്ത് നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമത്തെ ഇന്ന് ഘോഷിപ്പാൻ തക്കവണ്ണം കർത്തദാസൻ ചാണ്ടപ്പലിപ്പരിപ്പ് സഹോദരനെ ദൈവം ഇന്നിവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഈ കൂടിവരവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രിയ MP പിലിപ്പ് സഹോദരൻ കുളത്തുപുഴയിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹമേറിയ സ്വർഗ്ഗ നല്ല പിതാവേ, ഞങ്ങൾ തിരുനാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പാൽക്കോട് ജീവിപ്പാൻ ഞങ്ങളെ അനുവദിച്ചല്ലോ, അതിനായി സ്തോത്രം. ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നിന്നുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളും കൃപകളും ഓർക്കുന്നുണ്ട്. അവിടുത്തെ സ്തുതിപ്പാനുള്ള കൃപ വന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 100-ലധികം വർഷക്കാലമായിട്ട് ഇവിടെ സഭയുണ്ടാകുന്നതിനും ഞങ്ങളുടെ പിതാക്കന്മാർ അത് ഇത്രത്തോളം എല്ലാവിധമായ അനുഗ്രഹത്താലും കൊണ്ട് നടക്കുന്നതിനൊക്കെ സഹായിച്ചു. അന്നാരംഭിച്ചതായ പ്രവർത്തനം ഇന്നും അനുഗ്രഹമായി അവിടുത്തെ മക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവിടുത്തെ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതും കർത്താവെ ഈ സഭ മുഖാന്തരം എല്ലാ സ്ഥലങ്ങളിലും അറിയിച്ച് ഒന്നല്ലെങ്കിൽ വേദത്തിൽ അറിയിക്കുന്നതിനോട് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനി നല്ലൊരു ഈ ഗ്രൗണ്ടിലേക്ക് തന്നല്ലോ, ഓഡിറ്റോറിയം തന്നതിനായി സ്തോത്രം. ഇന്ന് കർത്താവെ അവിടുത്തെ വചനം അറിയിപ്പാനായിട്ടാണല്ലോ അവിടുത്തെ ദാസനെ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ ജനത്തെ ലോകമെമ്പാടും കൊണ്ടാടുമ്പോൾ യഥാർത്ഥമായിട്ട് ചില ഹൃദയങ്ങളിൽ ഞങ്ങളുടെ കർത്താവ് വാഴുവാനുള്ള കൊടുക്കാൻ പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെ കയ്യിലെടുത്ത് ഉപയോഗിപ്പാൻ പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുത്തെ നിറവിൽ നിന്നുകൊണ്ട് സംസാരിപ്പാനുള്ള എല്ലാ കൃപയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷക്കാലം അവിടുത്തെ വയൽ പ്രദേശത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവിടുത്തെക്കുറിച്ച് അറിയിപ്പാനുള്ള കൃപ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടല്ലോ, അതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ആരും നശിച്ചു പോകാൻ ഇടവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുവാനായിട്ട് സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ പ്രകൃതി അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനത്തെ കൂട്ടിവരുത്തിയല്ലോ, അതിനായി സ്തോത്രം. ഈ മൈക്കിൻ്റെ പരിധിയിൽക്കുള്ളിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ശിക്ഷത്തെയും അവിടെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്മേറിയ പാട്ടുകൾ പാടുവാനായിട്ട് അവിടെ ദാസന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. അവിടുത്തെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയോടിരിക്കുമ്പോൾ അവിടുത്തെ ദാസൻ വചനം സംസാരിക്കുമ്പോൾ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ അനുഗ്രഹങ്ങൾക്കുമായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ, അതിനായി സ്തോത്രം. മാനവും മഹത്വം എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ കർത്താവ് രക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കർത്തദാസൻ ചാണ്ടപ്പിള്ള പിലിപ്പ് സഹോദരൻ കഴിഞ്ഞ ദീർഘവർഷം ഈ പൊല്ലൂർ സഭയുമായിട്ട് കൺവെൻഷൻ യോഗത്തുള്ള ബന്ധത്തിലും മറ്റും വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. കർത്തദാസൻ ദൈവവചനവുമായി കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും ശുശ്രൂഷയിൽ തൽപരനായി ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കർത്തദാസനെ ദൈവം ഇന്ന് നമ്മുടെ മധ്യ അയച്ചിരിക്കുന്നു. ഇപ്പോൾ കർത്തദാസൻ തിരുവനന്തപുരത്ത് നിന്നും നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ
പ്രാർത്ഥനാപൂർവം നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. വായിച്ചു കേട്ട വേദഭാഗങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. 1 നൂറ്റാണ്ടിലധികമായി പുനലൂരിൽ സുവിശേഷത്തിൻ്റെ ദീപശിഖ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പുനലൂർ ബ്രദറൻ സഭയുടെ ചുമതലയിൽ ഒരിടവേളയ്ക്ക് ശേഷം നടത്തപ്പെടുന്ന ഈ സുവിശേഷ യോഗത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കാൻ കർത്താവ് എന്നെ നിയോഗിച്ചയച്ചതോർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതിനോടൊപ്പം ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് എന്നെയും ഒരു പങ്കാളിയാക്കി തീർക്കുവാൻ ദൈവസഭയ്ക്കും സഭയുടെ ചുമതല വഹിക്കുന്ന ദൈവദാസന്മാർക്കും താൽപ്പര്യം ഉണ്ടായതിൽ ഞാൻ അവരോടും ഹൃദയം നിറഞ്ഞ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. വിവിധ ക്രിസ്തീയ ഗാനങ്ങളിലൂടെ സഹോദരന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ നമുക്കും അവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരം ലഭിച്ചതിലും ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. വായിച്ച വേദഭാഗത്ത് നിന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ പ്രസക്തമായിട്ടിരിക്കുന്ന ചില ആലോചനകൾ നിങ്ങളോടൊരുമിച്ച് ചുരുക്കമായി പങ്കുവെച്ച് സമയപരിധിക്കുള്ളിൽ ഈ വാക്കുകളെ അവസാനിപ്പിക്കണമെന്നുള്ള താല്പര്യത്തിൽ ഞാനിവിടെ നിൽക്കുകയാണ്. 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാലസ്തീനായുടെ മലമടക്കുകളിൽ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാർ ആട്ടിൻകൂട്ടത്തിന് കാവൽ കടന്ന് രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായിക്കൊണ്ട് അവരോട് സംസാരിക്കുന്ന വചനമാണ് നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് വളരെ സുദീർഘമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിശ്ചയമായും ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സവിശേഷതയും യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സാധ്യതകളും വ്യക്തമായി ലൂക്കോസ് പരിശുദ്ധാത്മാവിനാൽ ദൂതന്മാരുടെ വാക്കുകൾ മുഖാന്തരം നമ്മുടെ മുൻപാകെ വരച്ച് കാട്ടിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സവിശേഷതയും ജനനത്തിൻ്റെ സാധ്യതകളും എന്ന വിഷയം ഈ വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് ഞാനിവിടെ പ്രസ്താവിക്കുമ്പോൾ കടന്ന് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുള്ളവർക്കും ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ നിന്നുകൊണ്ട് ഈ വാക്കുകളെ കേൾക്കുന്നവർക്കും ഒരുപോലെ ക്രിസ്തുവിൻ്റെ ജനന, ജീവിത, മരണം, ഉയർത്തെഴുന്നേൽപ്പ് പ്രയോജനീഭവിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. യേശുക്രിസ്തുവിന് മുൻപ് ലക്ഷോപലക്ഷം ജനിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് ശേഷവും ലക്ഷോപലക്ഷം ജനിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ജനനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുന്ന ഒരു ജനനമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മഹാരഥന്മാരുടെ ജനനം അതാത് രാജ്യങ്ങളിൽ മാത്രമായി ആഘോഷം നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യർ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം
സസന്തോഷം ഓർത്തുകൊണ്ടിരിക്കുന്ന ജനനമാണ്. ആ ദിവസങ്ങളാണ് ഈ ആഴ്ചകൾ നമ്മെ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സവിശേഷത? ഈ വേദഭാഗത്ത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജനനത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത അവിടുന്ന് ജനിച്ചവനാണ് എന്നുള്ളതാണ്. നാം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കർത്താവായ ക്രിസ്തുവെന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നാണ്. ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല, ജനിപ്പിച്ചിരിക്കുന്നു എന്നുമല്ല, ജനിച്ചിരിക്കുന്നു എന്നാണ്. ലോക ചരിത്രത്തിൽ വന്നിട്ടുള്ളവരും ജീവിച്ചിട്ടുള്ളവരും ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും എല്ലാം ജനിപ്പിക്കപ്പെട്ടവരാണ്, ജനിച്ചവരല്ല. ഞാൻ ജനിപ്പിക്കപ്പെട്ടവനാണ്, ഈ വേദിയിലിരിക്കുന്നവർ ജനിപ്പിക്കപ്പെട്ടവരാണ്, ഈ പ്രഭാഷണം കേൾക്കുവാൻ ശ്രദ്ധിക്കുന്ന എല്ലാവരും തന്നെ ജനിപ്പിക്കപ്പെട്ടവരാണ്. അങ്ങനെ ആദം മുതൽ ഇതുവരെയും ജനിപ്പിക്കപ്പെട്ടവരുടെ നടുവിൽ സ്വയമേവ ജനിച്ചവൻ ഒരുവൻ മാത്രമേയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാരംഭിക്കുന്നത് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദിയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. അങ്ങനെ ജനിപ്പിച്ചു 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 എന്ന് പറഞ്ഞ് ആ വംശാവലി പട്ടിക നീണ്ടുപോകുമ്പോൾ അവിടെ മറിയയുടെ ഭർത്താവായ യോസേഫിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മറ്റൊരു യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. തുടർന്ന് ആ വംശാവലി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അവളിൽ നിന്ന് യേശു ജനിച്ചു എന്നാണ്. അതുവരെ പുരുഷബന്ധത്തിൽ ജനിപ്പിച്ചു ജനിപ്പിച്ചു എന്ന് വിശുദ്ധ മത്തായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തി വരുമ്പോൾ ആ വംശാവലി പട്ടികയുടെ അവസാന കുത്തിടുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവളിൽ നിന്ന് യേശു ജനിച്ചു. വാസ്തവത്തിൽ അതുവരെ പറഞ്ഞു വന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ യാക്കോബ് യേശുവിനെ ജനിപ്പിച്ചു എന്നാണ് പറയേണ്ടത്. അങ്ങനെ പറയാതെ മറിയയിൽ നിന്ന് യേശു ജനിച്ചു എന്നുള്ളതാണ്. ഇത് പ്രവചനത്തിൻ്റെ നിവൃത്തി എന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് വിയോജിപ്പാൻ നിങ്ങൾ ഉരുമ്പിടുകയില്ല, മുതിരുകയില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. കാരണം മനുഷ്യ ചരിത്രത്തിൻ്റെ ഉൽപ്പത്തിയിൽ ദൈവത്തിൻ്റെ കൽപ്പന നിരാകരിച്ച മനുഷ്യരോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ആദമിനെയും ഹൗവിയെയും വഞ്ചിച്ച സർപ്പത്തോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ആ പഴയ പാമ്പിനോട് സംസാരിക്കുമ്പോൾ ഓർപ്പിക്കുന്നത് ഇപ്രകാരമാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്നാണ്. അവിടെ സ്ത്രീയുടെ സന്തതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയുടെ സന്തതി എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? യേശുക്രിസ്തുവിനെയാണ്. അതെങ്ങനെ അറിയാം? തിരുവെഴുത്തിലൂടെ നാം വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടക്കണം. പുതിയ നിയമത്തിൽ ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി യേശുക്രിസ്തു കാലത്തിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് പുതിയ നിയമം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വിസ്താര ഭയത്താൽ വാക്കുകളുടെ നീളം കുറച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, പുരുഷ സമ്പർക്കം കൂടാതെ, രക്തം കൂടാതെ, ജഡത്തിൻ്റെ ഇഷ്ടം കൂടാതെ ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള ഒരുവനെയുള്ളൂ,
അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അന്ന് മറിയയ്ക്ക് ചരിത്രകാരന്മാർ പറയുന്നത് 13-14 വയസ്സ് കാണും. അങ്ങനെ 13-14 വയസ്സ് വരുന്ന പെൺകുട്ടിയുടെ അടുക്കലേക്ക് ദൂതൻ ചെന്ന് പറയുന്നത്, നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൾ അപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പുരുഷനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എനിക്ക് പുരുഷബന്ധമുണ്ടാകാതെ എങ്ങനെയാണ് ഒരു കുട്ടി എൻ്റെ ഗർഭാശയത്തിൽ ഉരുവാകുന്നത്? അതിന് ദൂതൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നിന്നിൽ നിന്ന് ഒരു ശിശു ഉത്ഭവിക്കും എന്നവിടെ പറയുകയാണ്. അവിടെ പരിശുദ്ധാത്മാവ് നിഴലിടും. ഈ നിഴലിടുക എന്നുള്ള വാക്ക് സമാഗമന കൂടാരത്തിലേക്ക് വന്നാൽ അവിടെയും അത് കാണാൻ കഴിയുന്നുണ്ട്. സമാഗമന കൂടാരത്തിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് വെക്കേണ്ട ഈ ഉപകരണങ്ങളൊക്കെ വെച്ച് മോശ അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ തേജസ് അവിടെ വന്ന് നിറഞ്ഞു എന്നാണ്. അതിൻ്റെ ശരിയായിരിക്കുന്ന ഭാഷാന്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ് നിറഞ്ഞു എന്നതിനേക്കാൾ കുറെ കൂടെ നല്ലത് സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ തേജസ് നിഴലിട്ടു എന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിമിതിയുള്ള മറിയയുടെ ഗർഭാശയത്തിൽ പ്രവർത്തിച്ചതിനെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ഒരു ആലയമാക്കി അവളുടെ ഗർഭാശയത്തെ തീർത്തിട്ട് ദൈവം മനുഷ്യനായി മറിയയുടെ ഗർഭാശയത്തിലേക്ക് അവതീർണനായി തീർന്നപ്പോൾ അവൻ ജനിപ്പിക്കപ്പെടുകയല്ല ചെയ്തത്, അവിടുന്ന് ജനിച്ചവനായി മാറുകയാണ് ചെയ്യുന്നത്. ലോക ചരിത്രത്തിന്റെ ഏടുകൾ പുറകോട്ടും മുൻപോട്ടും ഒക്കെ പരിശോധിച്ചാൽ ഇങ്ങനെ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം എവിടെയാണുള്ളത്? ഇല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ഈ നിസ്തുല്യ പുരുഷനെ, സമാനതയില്ലാത്ത പുരുഷനെ, അതുല്യനായ പുരുഷനെ അനേകായിരങ്ങളുടെ കണ്ഠനാളങ്ങളിലൂടെ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ജനനത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത അവിടുന്ന് ജനിപ്പിക്കപ്പെട്ടവനല്ല, അവിടുന്ന് ജനിച്ചവനാണ്. രണ്ടാമത്തെ സവിശേഷതയിൽ നാം ശ്രദ്ധിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സവിശേഷത അത് ചരിത്ര സത്യമാണ്. വലിയൊരു ലൈബ്രറി ഒന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ അത്ര വലിയ വായനക്കാരനോ പഠിതാവോ ഒന്നുമല്ല. പക്ഷേ എൻ്റെ അത്യാവശ്യത്തിന് അല്പം കുറെ ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദീർഘനാളുകളായി വലുതും ചെറുതുമായ ആ ഗ്രന്ഥങ്ങളുടെ ഇടയിൽ ഒരു ചെറു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരിങ്ങനെയാണ്, ക്രിസ്തുവും മറ്റൊരാളിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായി എനിക്ക് ബന്ധമില്ലാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ വലുതാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ക്രിസ്തുവും ഡാഷും ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല എന്നുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു ചെറു ഗ്രന്ഥം. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ സമയം അധികം എടുക്കാതെ വായിച്ചു തീർത്തു. അത് എഴുതി വച്ചിരിക്കുന്നത് ആരാണ്? നാസ്തികവാദികളുടെ തലത്തൊട്ടപ്പന്മാരിൽ ഒരുവനായ ജോസഫ് ഇടമറുകാണ്. അദ്ദേഹം അതിനകത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് യേശു ഒരു ചരിത്ര പുരുഷനല്ല എന്നാണ്. വാസ്തവത്തിൽ അത് വായിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ശ്രീമാൻ ജോസഫ് ഇടമറുക ഏതോ ഒരു മൂഢസ്വർഗത്തിലാണ് കഴിയുന്നത്. കാരണം എന്തെന്നറിയാമോ? യേശു ഒരു ചരിത്ര പുരുഷനല്ലെന്ന് സ്ഥാപിക്കുവാൻ എഴുതിയിരിക്കുന്ന ആ ഗ്രന്ഥത്തിലുണ്ടല്ലോ, അത് എഴുതിയ പ്രിന്റ് ചെയ്ത വർഷം എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ കൃത്യതയോടുകൂടെ പറയാൻ സാധിക്കുന്നില്ലെങ്കിലും പറയട്ടെ, ആ പുസ്തകം എഴുതിയത് 1975 മറ്റോ ആണ്. 1975 അത് പ്രിന്റ് ചെയ്തു എന്ന് അദ്ദേഹം ആ തീയതി എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ജോസഫ് ഇടമറുകിനെ കാണാൻ എനിക്ക് നിവൃത്തിയില്ലെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ജോസഫ് ഇടമറുക, താങ്കൾ ഒരു വിഡ്ഢി തന്നെയാണ്. യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ലെന്ന് സ്ഥാപിക്കുവാൻ എഴുതി വെച്ചിട്ടുള്ള തൻ്റെ ഗ്രന്ഥത്തിൽ ആ ക്രിസ്തുപക്ഷമാണല്ലോ ആദ്യത്തെ പേജിൽ തന്നെ കുറിച്ചു വെച്ചിരിക്കുന്നത്. 1975 ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? 1975 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു ജനിച്ചു, ജീവിച്ചു എന്നല്ലേ അതിനർത്ഥം? അതുകൊണ്ടൊരു വസ്തുത പറയട്ടെ, മഷി ഉണങ്ങിയിടാത്ത പൊൻപേന കൊണ്ടും കാളിപ്പല്ലുകൾ കൂട്ടിഞ്ഞരിച്ചും പദസ്വാധീനത കൊണ്ടും സത്യത്തെ ക്രൂശിക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം. പക്ഷേ സത്യം അതിൻ്റെ അമിക്കയറുകളെ പൊട്ടിച്ചകലത്തെറിഞ്ഞ് അത് സ്വതന്ത്രം പ്രാപിക്കും എന്നതിന് രണ്ടു പക്ഷമില്ല. ക്രിസ്തു ജനിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അതുപോലെ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് നാസ്തികനായ റെനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങോളവും ഇങ്ങോളവും നടന്ന് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തത് യേശുക്രിസ്തു ഒരു മിഥ്യാ പുരുഷൻ എന്നാണ്. എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ 1861-ലും 62-ലുമായി അദ്ദേഹം പലസ്തീനയിലേക്ക് ചെന്നു. 1861-62 ഈ 2 വർഷങ്ങൾ കൊണ്ട് പലസ്തീനയിൽ യേശുവിന് ജനിച്ച, ജീവിച്ച, മരിച്ച, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ, സ്വർഗാരോഹണം ചെയ്തുവെന്ന് പറയപ്പെടുന്ന ആ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിച്ചു. 2 വർഷമാണ് അദ്ദേഹം എടുത്തത്. ഞാൻ വായിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 2 വർഷങ്ങളുടെ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിലൂടെ അദ്ദേഹം ഒരു വസ്തുത മനസ്സിലാക്കി, യേശു ഒരു മിഥ്യയല്ല, യേശു ഒരു സത്യമാണ്. ഏതാനും കുറെ മാസങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ വിഷയം എന്തായിരുന്നു? രാഷ്ട്രീയക്കാരുടെയും മതങ്ങളുടെയും സാംസ്കാരിക നായകരുടെയും വിഷയം എന്തായിരുന്നു? ചിലരൊക്കെ മിത്താണ്, അപ്പോൾ പറയും അല്ലത് സത്യമാണ്. എന്നാൽ ഞങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വേണം ഇന്ന് രാത്രിയിൽ ഈ തുറന്ന ഓഡിറ്റോറിയത്തിൽ, ഈ പോഡിയത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ എനിക്ക് സാധിക്കുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഒരു മിത്തല്ല, ഒരു മിഥ്യയല്ല. അവിടുന്ന് ഒരു സത്യമാണ്, അവിടുന്ന് ചരിത്ര പുരുഷനാണ്. 1861-62 ഈ കാലഘട്ടങ്ങളിലെ പരിശോധന കൊണ്ട് ഈ ശ്രീമാൻ, ഈ ഫ്രഞ്ച് നാസ്തികനായ റെനാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ പലസ്തീനയിൽ കണ്ടത് 5-ാമത്തെ സുവിശേഷമാണ്. 4 സുവിശേഷങ്ങൾ ഈ മത്തായി മുതൽ യോഹന്നാൻ വരെയുണ്ട്. അദ്ദേഹം പറയുന്നു, എന്റെ 2 വർഷത്തെ ഗവേഷണം കൊണ്ട് പലസ്തീനയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് 5-ാമത്തെ സുവിശേഷമാണ്. അതിനുശേഷം അദ്ദേഹം ഓർപ്പിച്ചത് ഇങ്ങനെയാ: യേശുക്രിസ്തുവിനെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് അടർത്തി നീക്കിയാൽ ആ ചരിത്രം അഗ്രാഹ്യമായിരിക്കും, അപൂർണമായിരിക്കും. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, 2013 എനിക്ക് ഒരു സഹോദരന്റെ നേതൃത്വത്തിൽ പോയ സംഘത്തിന്റെ കൂടെ കുടുംബമായി പോകാൻ ഒരവസരമുണ്ടായി പലസ്തീനയിൽ. അങ്ങനെ പലസ്തീനയിൽ വളരെ സന്തോഷത്തോടെ കടന്നു ചെന്നു. ഓരോ സ്ഥലങ്ങളും കാണുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകുകയാണ്. വേദപുസ്തകത്തിലൂടെ മാത്രം മനസ്സിലാക്കിയിരുന്ന ആ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടു. യേശുക്രിസ്തു കയറിയ മലകൾ കണ്ടു, യേശുക്രിസ്തു ഇറങ്ങിപ്പോയ താഴ്വരകൾ കണ്ടു, യേശു കടന്നുപോയ പാതകൾ കണ്ടു, യേശുവിന്റെ പാദത്തിന്റെ അടിയിൽ ഞെരിഞ്ഞമരുന്ന മണത്തരികളെ കണ്ടു, യേശു കയറിയ കടന്നുപോയ ഗലീല കടൽ കണ്ടു, യേശുക്രിസ്തു അതുപോലെ പിടിക്കപ്പെട്ട ഗത്സമന തോട്ടം കണ്ടു, പീലാത്തോസിന്റെ കൽത്തളവും കയ്യാഫാവിന്റെ അരമനയും തകർന്നടിഞ്ഞതാണെങ്കിലും ആ സ്ഥലം കാണുവാൻ അവസരം കിട്ടി. ഗത്സമന തോട്ടം കണ്ടു, തുടർന്ന് ഗോൽഗോഥ മല കണ്ടു, അതിനെ തുടർന്ന് തുറക്കപ്പെട്ട കല്ലറ കണ്ടു, അതിനെ തുടർന്ന് യേശു സ്വർഗാരോഹണം ചെയ്യുവാൻ പോയി നിന്ന ഒലിവ് മലയും കണ്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ഹൃദയത്തിന് എന്തെന്നില്ലാത്ത ഒരാവേശം, പ്രസംഗിക്കുവാനുള്ള ഒരാവേശം, പ്രസംഗത്തിനുള്ള വിഷയം, പ്രസംഗത്തിനുള്ള വാക്കുകൾ, ഇതെല്ലാം ആ സന്ദർശനത്തിലൂടെ എനിക്ക് ലഭിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അന്ന് ഞങ്ങളുടെ ആ സംഘത്തില് വടക്കുള്ളി ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. വടക്കെന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യ ഇല്ല, കേരളത്തിൽ കോട്ടയത്തിന് വടക്ക്, അതെവിടെയെങ്കിലും ആകട്ടെ.
പറയട്ടെ, ആ സഹോദരൻ വളരെ ആവേശഭരിതനായിട്ടാണ് ഓരോ സ്ഥലവും കാണുന്നത്. അങ്ങനെ കണ്ട് ആവേശം അടക്കാൻ കഴിയാതെ അദ്ദേഹം എല്ലാവരും ഇങ്ങനെ ചോദിച്ചു, അപ്പം ഇതൊക്കെ ശരിയായിരുന്നു അല്ലേ? അദ്ദേഹത്തിന് സംശയമുണ്ടായിട്ടല്ല, വേദപുസ്തകത്തിലൂടെ ഈ വസ്തുതകൾ മനസ്സിലാക്കിയതല്ല, നേരിട്ട് കാണാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആനന്ദ കുതുകനായി മാറി. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സന്തോഷം തുടികൊട്ടി. ആവേശത്തിലാണ് പറഞ്ഞത്, ഇതൊക്കെ നേരായിരുന്നല്ലോ എന്ന്. ആകിയാൽ വാത്സല്യ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ ജനനം അതൊരു ചരിത്ര സത്യമാണ്. യേശു ഒരു മിഥ്യയല്ല, അവിടുന്ന് ചരിത്രമാണ്. ഹിസ്റ്ററി എന്നാണ്. ചരിത്രം അവന്റെ ചരിത്രമാണ്. ഇനിയും അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് തെളിവുകളുണ്ട്, അതിലേക്ക് ഞാൻ ഇവിടെ പ്രവേശിക്കുന്നില്ല. യേശു ക്രിസ്തു ജീവിക്കുന്നു. ഈ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ ജനനം തിരുവെഴുത്തിൻ പ്രകാരമായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ അല്പമായി പ്രിയപ്പെട്ട സഹോദരൻ ടി.പി. കനകരാജ് ഓർപ്പിച്ചു പോയതാണ്. എങ്കിലും അദ്ദേഹം വിട്ടുപോയി എന്നെനിക്ക് തോന്നുന്ന, സമയത്തിന്റെ പരിമിതി കൊണ്ട് വിട്ടുപോയി എന്ന് തോന്നുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. യേശുക്രിസ്തുവിന്റെ ജനനം തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല, അവിടുത്തെ മരണം, അവിടുത്തെ ഉയർപ്പ്, ഇതെല്ലാം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. അവിടുന്ന് ഇനിയും വരാൻ പോകുന്നതും തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവും തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഞാൻ പറയട്ടെ, മുന്നമേ എഴുതി വെച്ചതനുസരിച്ച് ജനിക്കുകയും മുന്നമേ എഴുതി വെച്ചതനുസരിച്ച് മരിക്കുകയും മുന്നമേ എഴുതി വെച്ചതനുസരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും മുന്നമേ എഴുതി വെച്ചതനുസരിച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതും മുന്നമേ എഴുതി വെച്ചതനുസരിച്ച് ഇനിയും വരാനും പോകുന്ന യേശുവല്ലാതെ വേറെയൊരു വ്യക്തിയെ ഈ പുനലൂരിലുള്ള എൻ്റെ ആദരണീയരായ സ്നേഹിതർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ? കഴിയുകയില്ല. അവിടുന്ന് അത്ര വലിയവനാണ്. അനേക മഹാരഥന്മാർക്ക് ജന്മം കൊടുത്ത ലോകത്തിൽ, അനേക തത്വചിന്തകന്മാരെ വാർത്തെടുത്ത ലോകത്തിൽ, നിരവധി കവി പുങ്കവന്മാരെ വളർത്തിയെടുത്ത ലോകത്തിൽ, അവരിൽ ആരെ കുറിച്ചും എഴുതാതെ വണ്ണം യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് മുൻപ് കൂട്ടി രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ടാണ് യേശുക്രിസ്തു തിരുവെഴുത്തുകളെ നിവർത്തിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് ജനിച്ചത്. അത് സംബന്ധിച്ചു പ്രവചനാത്മാവിൽ 40-ാം സങ്കീർത്തനത്തിലും അത് ഉദ്ധരിച്ചുകൊണ്ട് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലും ദൈവത്തിന്റെ ആത്മാവ് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയ പ്രവചന വാക്യങ്ങള് പൂർത്തീകരിച്ചുകൊണ്ട് കാലത്തിന്റെ സമ്പൂർണതയിൽ കന്യകയുടെ മകനായി കാലത്തിലേക്ക് ജനിച്ചവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ജനനം അത് തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു. എന്താണ് ഇവിടെ തിരുവെഴുത്തുകളിൻ പ്രകാരം? ഇവിടെ എന്താ ദൂതൻ ഈ ആട്ടിടയന്മാരോട് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നുവെന്നാണ്. ഏതാണ് ഈ ദാവീദിന്റെ പട്ടണം? നമുക്കറിയാം, ബേത്ലഹേമാണ്. ബേത്ലഹേമിലാണ് ജനിച്ചത്. യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് മുൻപ് കൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മീഖായുടെ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നീയോ ബേത്ലഹേം എഫ്രാത്തെ, യഹൂദാ സഹസ്രങ്ങളിൽ നീ എത്ര ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള അധിപൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. എവിടെ നിന്ന് പുറപ്പെട്ടു വരും? ബേത്ലഹേമിൽ നിന്ന് പുറപ്പെട്ടു വരും. എഫ്രാത്തിലെ ബേത്ലഹേമിൽ നിന്ന് യേശു പുറപ്പെട്ടു വരും. യേശു ജനിക്കുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, യേശുവിന്റെ ജനനത്തിന്റെ മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് തിരുവെഴുത്തുകളിൻ പ്രകാരം ലോകത്തിൽ ജനിച്ചവനാണ് ഈ കർത്താവായ യേശുക്രിസ്തു. വീണ്ടും നമ്മൾ ഈ ജനനത്തിന്റെ സവിശേഷത പഠിക്കുമ്പോൾ അടുത്തത്, ഈ ജനനമെന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ്? യേശുക്രിസ്തു ജനിച്ചു, അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശം അവിടെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ 11-ാം വാക്യം,
കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ആഗമന ഉദ്ദേശം അവിടെ പറയുകയാണ്. രക്ഷിതാവായി യേശു ക്രിസ്തു ആരായിട്ടാണ് വന്നത്? കേവലം ഒരു പ്രവാചകനായിട്ടാണോ? കേവലം ഒരു മഹാനായിട്ടാണോ? പോരാ, ഒരു മതസ്ഥാപകനായിട്ടാണോ? കഴിഞ്ഞ രാത്രിയിൽ ആ വസ്തുതയൊക്കെ കേട്ടു. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, താനെപ്പോഴാ അതൊക്കെ കേട്ടത്? ഞാൻ മംഗലാപുരത്തു നിന്നുള്ള ദീർഘമായ യാത്ര ട്രെയിനിൽ നടത്തുമ്പോൾ ഇവിടെ ഓൺലൈനിലൂടെ പുറത്തിറക്കിയത് ഞാൻ കണ്ടുകൊണ്ടാണ് ഇരുന്നത്. അത് കണ്ടു മനസ്സിലാക്കി. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ഞാൻ ഓർപ്പിക്കട്ടെ, അവിടുന്ന് രക്ഷിതാവായിട്ടാണ് ജനിച്ചത്. ഞാൻ ഇവിടെ ഒരു വസ്തുത പറയാം. യേശുവിനെ ഒരു പ്രവാചകനായി കാണുന്നവരുണ്ട്. ഇന്ന പ്രവാചകനെ പോലെ ഒരു പ്രവാചകൻ എന്നാണ് അവർ പറയുന്നത്. ഈ പ്രവാചകന് മുൻപെയാണ് ഈശാ എന്ന പ്രവാചകൻ വന്നെന്ന് തന്നെയല്ല അവര് പറയുന്നത്. കേട്ടോടുക, മോശെ ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. ആ കൂട്ടരെന്താ പറയുന്നതോ ആ പ്രവാചകനാണ് ഈ പ്രവാചകൻ, ഞങ്ങളുടെ പ്രവാചകൻ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ആ പ്രവാചകൻ ആരാണ്? ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലൊരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് മോശ പറഞ്ഞ പ്രവാചകനാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, അവൻ സത്യത്തിന് സാക്ഷ്യം നിൽക്കുവാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത്. പക്ഷേ അവിടുന്ന് ആരായിട്ടാണ് വന്നത്? അവിടുന്ന് രക്ഷിതാവായിട്ടാണ് വന്നത്. എവിടെ നിന്ന് രക്ഷിക്കുന്നവൻ എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടണം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആഗമന ഉദ്ദേശം അവിടെ ദൂതൻ യോസേഫിനോട് പറയുകയാണ്, നീ കൊടുക്കുന്ന പേര് അവന് വേണ്ട, അവന് ഞങ്ങൾ കൊടുക്കാൻ പേര്. എന്ത്? യേശുവെന്ന് പേരിടണം. എന്താണ് യേശുവെന്ന് പറഞ്ഞാൽ? പാപത്തിൽ നിന്ന് മാനവജാതിയെ രക്ഷിക്കുന്നവൻ. ഇത് തന്നെയാണ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും അനുഭവിക്കുന്ന അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ അവിടെ പൗലോസ് കുറിച്ചു വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു ലോകത്തിലെ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. ആകയാൽ യേശുക്രിസ്തു എന്തിനു വേണ്ടി വന്നു? അവിടുന്ന് രക്ഷിതാവായി വന്നു, രക്ഷിക്കുന്നവനായി വന്നു. എവിടെ നിന്ന് രക്ഷിക്കുന്നവൻ? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പാപമാണ്. പാപം മനുഷ്യന്റെ ഒരു ചുമടാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ യെശയ്യാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അയ്യോ അകൃത്യഭാരം ചുമക്കുന്ന ഈ ഒരു ജനം. മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാരമെന്ന് പറയുന്നത് പ്രിയരെ ഈ പാപത്തിന്റെ ഭാരമാണ്. അതുകൊണ്ടാണ് ഈ യേശുക്രിസ്തു നടന്നു പോകുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം പാപം. അവന്റെ അനിശ്ചിതത്വത്തിന്റെ കാരണം പാപം, അവന്റെ അരാജകത്വത്തിന്റെ കാരണം പാപം, അവന്റെ ഹൃദയത്തിൽ തളം കെട്ടി കിടക്കുന്ന ശൂന്യതയുടെ കാരണം പാപം, അവന്റെ മരണത്തിനു കാരണം പാപം, അവന്റെ രോഗത്തിന് കാരണം പാപം, അവന്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം പാപമാണ്. ഈ പാപം പ്രവേശിച്ചു മനുഷ്യനിലേക്ക്. റോമാലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ പാപത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പൗലോസ് അവിടെ പറയുന്നുണ്ട്. പൗലോസ് 3 ഘട്ടങ്ങൾ പറയുക. 1, മനുഷ്യനിൽ പാപം പ്രവേശിച്ചു. 2, മനുഷ്യനിൽ പാപം പരന്നു. 3, മനുഷ്യനിൽ പാപം വാണു.
കേട്ടോളുക. പാപം പ്രവേശിച്ചു, പാപം പരന്നു, പാപം മനുഷ്യനിൽ വാണു. പ്രിയരെ, ഇവിടെയാണ് മനുഷ്യന്റെ പ്രശ്നമെന്ന് പറയുന്നത്. ഇവിടെയാണ് പരിഹാരം വരേണ്ടത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കേട്ടോളുക, ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളഞ്ഞതും ഈ പാപമാണ്. ഏദൻ പർദീസയിൽ മനുഷ്യ ചരിത്രത്തിന്റെ ഉൽപ്പത്തിയിൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച മനുഷ്യനും ഇത് തന്നെയാണ് സംഭവിച്ചത്. വെയിലാറിയപ്പോൾ ദൈവത്തിന്റെ കാലൊച്ച ഏദൻ തോട്ടത്തിൽ കേട്ടപ്പോൾ മനുഷ്യൻ ഭയപ്പെട്ട് ഓടി ഒളിച്ചുവെന്നാണ്. അവിടെ ദൈവത്തെ വിട്ടുപോകുന്ന മനുഷ്യനെയാണ് ദർശിക്കാൻ കഴിയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഞാൻ ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞുമ്പോ നിങ്ങൾ വേദപുസ്തകം തുറക്കണം, ഇയാൾ പറയുന്നതൊക്കെ ശരിയാണോ എന്ന്. യെശയ്യാ 59:2 പറയുന്നത് എന്താണ്? എന്നെയും ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ പാപം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. മനുഷ്യന്റെ ഇന്നത്തെ പ്രശ്നമായി ഇവിടുത്തെ ഭൗതികവാദികൾ വിളിച്ചു പറയുന്നത് ഊണരിയും ഉടുതുണിയും പാർപ്പിടവും ജോലിയും എന്നാണ്. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഇനി അതും കൂടെ ഇല്ലാതാകാൻ പോകുക. മുച്ചൂടും കടം കൊണ്ട് മൂടിയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇനി അത് വർദ്ധിക്കാൻ പോകുക. പക്ഷേ ഒരു വസ്തുത മനസ്സിലാക്കണം, അതല്ല മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത്. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം ഊണരിയും ഉടുതുണിയും പാർപ്പിടവും ജോലിയുമല്ല. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? അവന് ദൈവത്തെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പുനരൂക്കാരോട് ഓർപ്പിക്കട്ടെ, ഈ കേരളത്തിലെ 3.5 കോടി വരുന്ന ജനത്തിന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അവന് ദൈവത്തെ നഷ്ടപ്പെട്ടു. ഇന്ത്യ മഹാരാജ്യത്തിലെ 130 കോടി വരുന്ന ജനത്തിന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അവന് ദൈവത്തെ നഷ്ടപ്പെട്ടു. ഈ ലോകത്തിലെ 750-800 കോടി വരുന്ന ജനത്തിന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അവന് ദൈവത്തെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തെ നഷ്ടപ്പെട്ട മനുഷ്യന് എന്തൊക്കെ കൊടുത്താലും അവന്റെ അന്തരാത്മാവിന് തൃപ്തി വരികയില്ല. അവന്റെ അന്തരാത്മാവ് തൃപ്തിപ്പെടണമെന്ന് വരികിൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങിച്ചെല്ലണം. അതുകൊണ്ടാണ് 42-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മടങ്ങിച്ചെല്ലും? ഇതാണ് എല്ലാ മനുഷ്യനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവത്തിങ്കിലേക്ക് പാപിയായ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം കൊടുത്ത് അവനെ മടക്കിക്കൊണ്ട് ചെല്ലുവാൻ ഇവിടെ ഏത് മതങ്ങളുണ്ട്? ഇവിടെ ഏത് മതകർമ്മങ്ങളുണ്ട്? ഇവിടെ ഏത് മതത്തിന്റെ ഇസങ്ങളുണ്ട്? ഇവിടെ ഏത് പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്? ഒന്നും തന്നെ ഇല്ല. ഞാൻ പറയട്ടെ, പാപങ്ങൾക്ക് പരിഹാരം വന്ന് ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ മടങ്ങിച്ചെന്ന് അവന്റെ അന്തരാത്മാവിന്റെ ദാഹം ശമിപ്പിക്കേണ്ടതിന് അവൻ മുട്ടാത്ത വാതിലുകളില്ല. പക്ഷേ അവൻ മുട്ടുന്ന വാതിലുകളൊക്കെ അവനെതിരെ കൊട്ടിയടയ്ക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഓർക്കേണ്ട കാര്യം, ദൈവം തന്നെ അതിന് മാർഗമൊരുക്കി. അതാണ് ബേത്ലഹേമിലെ ശിശു. അവിടെയാണ് കൃപായുഗം പൊട്ടിവിടർന്നത്. അവിടെയാണ് ദൈവത്തിന്റെ രക്ഷയുടെ ഉദയം സംഭവിച്ചത്. അവിടെയാണ് ദൈവത്തിന്റെ ധനം ഇറങ്ങി വന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു രക്ഷിതാവായി ലോകത്തിലേക്ക് ജനിച്ചു. സകല മനുഷ്യവർഗത്തെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ. ആകയാൽ പുനലൂരിൽ ഈ ഓഡിറ്റോറിയത്തിലും ഇതിൻ്റെ പരിസരങ്ങളിലുള്ള വീടുകളിലും കവലകളിലും തെരുക്കളിലും ഒക്കെയായി ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ പാപ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന മതങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾ ചെയ്യുന്ന കർമാദികൾക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പാപങ്ങൾക്ക് സൗജന്യമായി പരിഹാരം വരുത്തി ദൈവത്തിങ്കിലേക്ക് ധാരാളമായ ഒരു പ്രവേശനം നൽകേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ ഈ മണ്ണിലേക്ക് അയച്ചത്. അവന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. തന്നെയല്ല, ഈ രക്ഷിതാവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, കർത്താവായ ക്രിസ്തു. ഈ രക്ഷിതാവ് ആരാണ്? കർത്താവായ ക്രിസ്തുവാണ്. എന്താണ് ഈ കർത്താവ് എന്ന് പറഞ്ഞാൽ? കേട്ടോളൂ. പഴയ നിയമത്തിൽ ദൈവത്തിന് യഹോവ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. യഹോവ എന്ന പ്രധാനപ്പെട്ട പേരാണ് പഴയ നിയമത്തിൽ കാണുന്നത്. അന്നത്തെ ശാസ്ത്രിമാര് യഹോവ എന്ന് എഴുതാൻ ഭയപ്പെട്ടതുകൊണ്ട്
അതിന് പകരമായി കണ്ടുപിടിച്ച പദമാണ് കർത്താവെന്നുള്ളത്. ആ കർത്താവെന്നുള്ള പദവും ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. കേട്ടോളുക. അങ്ങനെയെങ്കിൽ ആരാണ് രക്ഷിതാവായിട്ട് ഇവിടെ ജനിച്ചത്? ദൈവമാണ് ജനിച്ചത്. അപ്പോൾ യേശുക്രിസ്തു ആരാണ്? അവിടുന്ന് കർത്താവാണ്, ദൈവമാണ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. സാഹിത്യ സർവം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഭാവനയിലുള്ള സകല ഈശ്വരന്മാരെക്കാൾ അവൻ ഉന്നതനാണെന്ന് പറഞ്ഞു. അതേ പ്രിയരെ, നിങ്ങളുടെ ഭാവനയിലുള്ള സകല ഈശ്വരന്മാരെക്കാൾ യേശുക്രിസ്തു ഉന്നതനാണ്. അവിടുന്ന് മഹാദൈവമാണ്, സത്യദൈവമാണ്, അവിടുന്ന് നിത്യജീവനാണ്, അവിടുന്ന് സർവത്തിനു മീതെ ദൈവമാണ്, അവിടുന്ന് ആദിയിൽ ദൈവമാണ്. ആകയാൽ ഞാൻ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തു ദൈവമാണ്. ആ ദൈവമാണ് ചരിത്രത്തിലേക്ക് വന്നത്. KC അപ്പന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, ചരിത്രത്തിന് എത്തിച്ചെല്ലാൻ കഴിയാത്ത ഇടത്ത് നിന്നാണ് ആ ദൈവം ചരിത്രത്തിലേക്ക് മനുഷ്യനായി കടന്നു വന്നത്. പിന്നെ ഈ KP അപ്പൻ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചാൽ അത് ക്രിസ്തുവിനെ പോലെ ഇരിക്കുമെന്ന്. ഇത് പ്രസംഗിക്കുവാൻ ഇന്ന് രാത്രി എനിക്ക് താല്പര്യമുണ്ട്. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നാൽ അത് ക്രിസ്തുവിനെ പോലെ ഇരിക്കും എന്ന് അദ്ദേഹം ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചുമ്മാതു പറയുകയല്ല. അങ്ങനെ ലോകത്തിലെ മഹാത്മാക്കൾ, സാഹിത്യകാരന്മാർ, പ്രശസ്ത എഴുത്തുകാർ, ഗാനം പാടുന്നവരെല്ലാം തന്നെ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് കണ്ടിട്ടുണ്ട്. ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചവനൊക്കെ തൃപ്തി അടഞ്ഞത് യേശുവിന്റെ പാദത്തെങ്കിലേക്ക് വന്നപ്പോഴാണ്. യേശുവിലാണ് അവർ ദൈവത്തെ കണ്ടത്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 2:9 എഴുതിയിരിക്കുന്നത്: അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. ആകയാൽ വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിനു മാത്രമേ പാപിയുടെ രക്ഷിതാവായി മാറാൻ കഴിയുകയുള്ളൂ. ഒരു സംഭവം കൂടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ആ ഭാഗം ഞാൻ വിടാം. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇടുക്കുവാതിലിലൂടെ പോരാടുക, ഇടുക്കുവാതിലിലൂടെ പോരാടുക. സ്വർഗരാജ്യം അവകാശമാക്കുന്നത് വിഷമകരമാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, അങ്ങനെയെങ്കിൽ ഇത് ആർക്ക് കഴിയും, ആർക്ക് സാധിക്കും? അപ്പോൾ യേശുക്രിസ്തുവിന്റെ മറുപടിയൂടെ കേൾക്കണം. അവിടുന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യൻ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. സ്വയമായി രക്ഷ പ്രാപിപ്പാൻ, പാപമോചനം പ്രാപിപ്പാൻ, ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ മനുഷ്യൻ അസാധ്യമാകിയാൽ ദൈവത്തിന് സാധ്യം. അതുകൊണ്ട് ആ ദൈവം തന്നെ ആ ചരിത്രത്തിന് എത്താൻ കഴിയാത്ത സ്വർഗത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നു. ആരായിട്ട്? അവിടുന്ന് രക്ഷിതാവായി. ആ രക്ഷിതാവിനെ നോക്കിക്കൊണ്ട് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പത്രോസ് പ്രസംഗിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 4:12. അവിടെ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെയൊരു നാമമില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനായി അവതീർണനായത് രക്ഷിതാവായിട്ടാണ്. രക്ഷയ്ക്ക് ക്രിസ്തു മാത്രം, പാപപരിഹാരത്തിന് ക്രിസ്തു മാത്രം, ദൈവത്തോട് മനുഷ്യനെ അടുപ്പിക്കാൻ ക്രിസ്തു മാത്രം, ഏക ദൈവം ക്രിസ്തു മാത്രം, സത്യദൈവം ക്രിസ്തു മാത്രം, നിത്യജീവൻ ക്രിസ്തു മാത്രം. അവൻ മാത്രം രക്ഷിതാവ്. യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ തന്നെ ദൈവം, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഇതാർക്കാണ് പറയാൻ കഴിയുന്നത്? ആകെ രക്ഷയ്ക്ക് വേണ്ടി വിവിധമായ വാതിലുകൾ മുട്ടി സമ്പത്തും ആരോഗ്യവും സമയവും ചെലവഴിക്കുന്ന പുനലൂരിലെ ആദരണീയരായ സ്നേഹിതരോട് നിങ്ങളിൽ ഒരുവനായി നിന്നുകൊണ്ട് പറയട്ടെ, അവിടെയും ഇവിടെയും പോകണ്ട. ഇന്നു രാത്രി യേശുക്രിസ്തുവിന്റെ പാദാന്തികെ കടന്നു വരിക. അവിടുന്ന് നിന്റെ പാപത്തിന് മോചനം തരും, നിന്റെ പാപത്തെ ക്ഷമിക്കും, നിത്യ നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കും, പാപത്തിന്റെ കഠിനതയിൽ നിന്ന് നിന്നെ രക്ഷിക്കും. നിനക്ക് പാപപരിഹാരം തന്ന് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ യേശുക്രിസ്തു മതിയായവനാണ്. ഈ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഒടുവിലത്തെ സവിശേഷതയോട് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ സവിശേഷതയിൽ ഒടുവിലായി എന്താണ്? ആർക്ക് വേണ്ടിയാണ് ഈ രക്ഷിതാവ് ജനിച്ചത്? ആ വേദഭാഗം വായിച്ചാൽ അവിടെ ഒരു പ്രയോഗമുണ്ട്: നിങ്ങൾക്കായി.
ദൂതൻ പറയുകയാണ് നിങ്ങൾക്കായി. നോക്കണം ആ വാക്കുകളൊക്കെ, നിങ്ങൾക്കായി. ഞാൻ മറ്റൊരിടത്തേക്ക് പോകാതെ ഇവിടെ തന്നെ നിന്ന് സംസാരിക്കുക. നിങ്ങൾക്കായി. ആരോടായി പറയുന്നത്? ഈ ആട്ടിടയന്മാരോട്. ആരാണ് പറയുന്നത്? ദൂതന്മാര്. അപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാര് പറയുകയാണ് നിങ്ങൾക്കായി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഞങ്ങൾക്കായിട്ടല്ല. നമുക്കറിയാം ദൂതഗണത്തിൽ തെറ്റിപ്പോയ ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു കൂട്ടം ദൂതന്മാരുണ്ട്. അവരെ സംബന്ധിച്ച് പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തെറ്റിപ്പോയ ദൂതന്മാരെ, 2-ാം അധ്യായം, തെറ്റിപ്പോയ ദൂതന്മാരെ ആദരിച്ചില്ലെന്ന്. അപ്പോൾ തെറ്റിപ്പോയ ദൂതന്മാരെ രക്ഷിക്കുവാൻ ദൈവം മനസ്സ് കാണിച്ചില്ല. തെറ്റിപ്പോയ ദൂതന്മാരെ ദൈവം ആദരിച്ചില്ല. അതുകൊണ്ട് ഈ ദൂതൻ പറയുകയാണ് നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു, ഞങ്ങൾക്കായിട്ടല്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാനൊരു വസ്തുത പറയാം പുനരൂരുകാരോട്. ദൈവം നിങ്ങൾക്കായി മനുഷ്യനായിട്ട് ജനിച്ചു. യേശുക്രിസ്തു ജനിച്ചത് നിങ്ങൾക്കായി. ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് മാത്രമല്ല. ഇവിടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ക്രൈസ്തവ പേരുള്ള മത്തായിച്ചനും അവറാച്ചനും മറിയാമയ്ക്കും സാറാമയ്ക്കും വേണ്ടിയല്ല യേശു ഈ ലോകത്തിൽ ജനിച്ചത്. ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ദൈവ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ, ആണും പെണ്ണും എന്ന് പറയുന്ന 2 ജാതികൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചത്. കേരളത്തുകാർക്ക് വേണ്ടി, ഇന്ത്യക്കാർക്ക് വേണ്ടി, ലോകത്തിന്റെ 5 വൻകരകളിൽ ജീവിക്കുന്ന സകലർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് ജനിച്ചത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ ശബ്ദത്തിന്റെ പരിധിക്കുള്ളിൽ പുനരൂരിൽ ആരെങ്കിലും ഇങ്ങനെ പറയുന്നുവെന്ന് ഞാൻ കരുതട്ടെ. യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, യേശു ഞങ്ങൾക്ക് വേണ്ടിയല്ല ജനിച്ചത്, യേശു ക്രിസ്ത്യാനിയുടെ ദൈവമാണ് എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ വളരെ ആദരവോടുകൂടെ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. ഇവിടെ നടക്കുന്നത് ഒരു മതപ്രസംഗമല്ല. ഇവിടെ നടക്കുന്ന യോഗത്തിന്റെ നോട്ടീസുകളും ദാ ഇവിടെ ഒരു കമാനം വെച്ചിട്ടുണ്ട്, അവിടെയും അതുപോലെ പോസ്റ്ററുകളും ഒക്കെ പരിശോധിച്ചാൽ മതപ്രസംഗമെന്നല്ല അച്ചടിച്ചിരിക്കുന്നത്. സുവിശേഷ പ്രഭാഷണങ്ങളെന്നോ സുവിശേഷ യോഗമെന്നോ ഒക്കെയാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. മറിച്ച് ഇവിടെ നടക്കുന്നത് ഒരു ക്രിസ്തുമത പ്രസംഗ പരമ്പരയെന്ന് ആ നോട്ടീസിൽ അച്ചടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിവ് സഹിതം കൊണ്ടുവന്നാൽ ഇന്ന് രാത്രിയിൽ ഈ മൈക്ക് ഓഫിയയും ലൈറ്റ് ഓഫിയയും കസേരകൾ അടുക്കും, ആൾക്കാരെ പിരിച്ചുവിടും. നാളെ മുതൽ യോഗമില്ല, ഇപ്പൊ തന്നെ ആ യോഗം ഞങ്ങൾ നിർത്തും. പക്ഷേ നിർത്താൻ പറ്റുകയില്ല. ആ നോട്ടീസിൽ അടുത്തിരിക്കുന്നത് മതപ്രസംഗ പരമ്പര എന്നല്ല, സുവിശേഷ യോഗമെന്നാണ്. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് പറയട്ടെ, യേശുക്രിസ്തു ഒരു മതത്തിന് വേണ്ടിയല്ല ജനിച്ചത്, ഒരു പള്ളിക്കാർക്ക് വേണ്ടിയല്ല ജനിച്ചത്. യേശു ജനിച്ചത് ഒരു സഭക്കാർക്ക് വേണ്ടിയല്ല, ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല. ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയാം, യേശു ജനിച്ചത് ഇവിടുത്തെ ഹൈന്ദവനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബുദ്ധനും എത്ര മതത്തിൽപ്പെട്ട ആളുകളുണ്ടോ സകല വ്യക്തികൾക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് ജനിച്ചത്. സകലരുടെ രക്ഷിതാവാണ് ഈ കർത്താവായ യേശു. എൻ്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെയും കൂടെ അത് പറഞ്ഞങ്ങ് വിടട്ടെ. ഒരു സൂര്യനേയുള്ളൂ, അത് കിഴക്കുദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കുമെന്നാണ് നാം പറയുന്നത്. അങ്ങനെ കിഴക്കുദിക്കുന്ന സൂര്യൻ, പല സൂര്യൻ ഉദിക്കുന്നില്ല, ഒരൊറ്റ സൂര്യൻ മാത്രം. ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ജൈനനും ബുദ്ധനും എല്ലാം ഒരൊറ്റ സൂര്യൻ, വെവ്വേറെ സൂര്യനില്ല. അതുപോലെ തന്നെ നാം കുടിക്കുന്ന ജലം, ആ ജലം എല്ലാവർക്കും ഒരുപോലാണ്. ഇവിടുത്തെ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമിനും കുടിക്കുവാൻ ഒരേ ജലം മാത്രം. ആകയാൽ പ്രിയപ്പെട്ടവരെ, നാം ശ്വസിക്കുന്ന ഈ ഓക്സിജൻ, ഈ പ്രപഞ്ചത്തിലെ ഓക്സിജൻ, ആ ഓക്സിജൻ ആരൊക്കെയാണ് ശ്വസിക്കുന്നത്? ഇവിടുത്തെ ക്രൈസ്തവനും ഹൈന്ദവനും മുസ്ലിമും ജൈനനും ബുദ്ധനും എല്ലാവർക്കും ഒരേ ഓക്സിജൻ. എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ഇവിടുത്തെ സകല ക്രൈസ്തവനും ഹൈന്ദവനും മുസ്ലിമിനും ജൈനനും ബുദ്ധനും ഒക്കെ ഒരേ സൂര്യനെങ്കിൽ, ഒരേ വെള്ളമെങ്കിൽ, ഒരേ ജലമെങ്കിൽ, ഒരേ ഓക്സിജനെങ്കിൽ ഞാൻ പറയട്ടെ, അവർക്കെല്ലാവർക്കും കൂടെ പല രക്ഷകനില്ല, ഒരൊറ്റ രക്ഷിതാവ് മാത്രം. അതാണ് 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ മണ്ണിലേക്ക് പറന്ന് കാൽവരിയിലെ കൊലമരത്തിൽ മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു. അവിടുന്നാണ് ഏക രക്ഷിതാവ്, അവിടുന്നാണ് ഏക വഴി, അവിടുന്നാണ് ഏക ദൈവം, അവിടുന്നാണ് ഏക മധ്യസ്ഥൻ.
അതുകൊണ്ട് അവിടുന്ന് രക്ഷിതാവായി ജനിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. അത് കൈവിട്ട് കളയരുത്. ആ മാണിക്യത്തെ എടുത്തെറിയരുത്. ആ മാണിക്യത്തെ എടുത്തെറിയരുത്. അതിനെ അലസമായി വിചാരിക്കരുത്. ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തിന്റെ കരം നീട്ടി ആ രക്ഷിതാവിനെ നിന്റെ ജീവിതത്തിലാക്കുക. കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ആ നിങ്ങളുടെ മനത്തൊട്ടിയിലേക്ക്, ഹൃദയ തൊട്ടിയിലേക്ക് ആ ക്രിസ്തു കടന്നു വരട്ടെ. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ സവിശേഷത സവിസ്തരമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി എനിക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ പരിധിയിൽ അടുത്തത് ഉദ്ദേശിക്കുന്നത് ജനനത്തിന്റെ സാധ്യതയാണ്. ജനനത്തിന്റെ സവിശേഷത എന്താണെന്ന് ഓർപ്പിച്ചു. 2, ജനനത്തിന്റെ സാധ്യത. ഞാൻ മുഖവര കൂടാതെ വേഗത്തിൽ പറഞ്ഞു പോകാം. 1, 8-ാം വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു. എപ്പോഴാണ്? രാത്രിയിൽ. ഇനിയും അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരാം. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് ദൂതനെ ചുറ്റിമിന്നി എന്നല്ല, അവരെ ചുറ്റിമിന്നി. എപ്പോഴാണ് തേജസ് അല്ലെങ്കിൽ പ്രകാശം ഇവരെ ചുറ്റിമിന്നിയത്? രാത്രിയിലാണ്. രാത്രി എന്ന് പറയുന്നത് ഇരുട്ടാണ്, അന്ധകാരമാണ്. അപ്പോൾ നോക്ക്, ക്രിസ്തുവിൻ്റെ ജനനം ഇരുട്ടിലായിരുന്നവർക്ക് പ്രകാശമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പറഞ്ഞതെന്താണ്? അവിടുത്തെ അവകാശ പ്രഖ്യാപനം കഴിഞ്ഞ രാത്രി ചെറുതായിട്ട് അദ്ദേഹം ഒന്ന് കേൾപ്പിക്കുകയുണ്ടായി. അവിടുത്തെ അവകാശ പ്രഖ്യാപനം കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ ലോകത്തിൽ പലരെയും ഏഷ്യയുടെ വെളിച്ചമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കണം, ഭാരതത്തിൻ്റെ വെളിച്ചമെന്നും ചിലരെ പറയുന്നുണ്ട്. അങ്ങനെ ഏഷ്യയുടെ വെളിച്ചമെന്നും ഭാരതത്തിൻ്റെ വെളിച്ചമെന്നും ചിലരെ കുറിച്ച് പലരും പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെക്കുറിച്ചാണോ ഭാരതത്തിൻ്റെ വെളിച്ചമെന്ന് പറയുന്നത് അവരെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഭാരതത്തിൻ്റെ വെളിച്ചമെന്ന്? നിങ്ങൾ ആരെക്കുറിച്ചൊക്കെ ഏഷ്യയുടെ വെളിച്ചമെന്ന് പറയുന്നെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടോ സ്വയമായി ഞാൻ ഏഷ്യയുടെ വെളിച്ചമാണെന്ന്? പറഞ്ഞിട്ടില്ലല്ലോ. പിൽക്കാലത്ത് തൻ്റെ അനുചരന്മാർ പറഞ്ഞതല്ലേ ഏഷ്യയുടെ വെളിച്ചമെന്നും ഭാരതത്തിൻ്റെ വെളിച്ചമെന്നും. എന്നാൽ കർത്താവായ യേശു ലോകത്തിൻ്റെ വെളിച്ചമെന്ന് കൂടെ നടന്ന ശിഷ്യന്മാർ പറഞ്ഞു പ്രചരിപ്പിച്ചതല്ല. അത് മനസ്സിലാക്കണം. യേശു ക്രിസ്തു താൻ തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചതാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ലോകത്തിൻ്റെ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുത്തെ അവകാശ പ്രഖ്യാപനം തന്നെ അവിടുത്തെ നിസ്തുല്യതയെ വരച്ച് കാട്ടുന്നതാണ്. അതുപോലെ അവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ആരുണ്ട്? ഞാനതിങ്ങനൊന്ന് ഓടിച്ച് പറഞ്ഞു പോകട്ടെ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് തുടങ്ങുന്ന 9-10 അവകാശ പ്രഖ്യാപനങ്ങൾ യേശു ക്രിസ്തു നടത്തിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഒടുവിൽ ആകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്കും നിങ്ങൾക്കും എന്തൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ആയിത്തീർന്നുകൊണ്ട് യേശു പറയുന്നതാണ്, അത് ഞാനാകുന്നു, അത് ഞാനാകുന്നു. അങ്ങനെ അവകാശ പ്രഖ്യാപനത്തിൽ ഒന്നാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. അങ്ങനെ ലോകത്തിൻ്റെ വെളിച്ചം എന്തിനു വേണ്ടി? അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ പ്രകാശിപ്പിക്കാൻ. നിങ്ങളൊന്ന് കേൾക്കണം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ ചില സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സെബൂലൂൻ ദേശം, നഫ്താലി ദേശം, യോർദാൻ അക്കരെയുള്ള നാട്, ജാതികളുടെ ഗലീല എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുക, ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരുന്നവർക്ക് പ്രകാശമുദിച്ചു. ഈ രാത്രി പുനലൂരുള്ളവർ കേൾക്കണം, യേശുക്രിസ്തുവിന്റെ പാദസ്പർശനം അന്ധകാരം നിബിഡമായിരുന്ന സെബൂലാൻ ദേശത്തും നഫ്താലി ദേശത്തും യോർദാൻ അക്കരെയുള്ള നാട്ടിലും ജാതികളുടെ ഗലീലയിലും ആ പാദ സ്പർശിച്ചപ്പോൾ അന്ധകാരം ഓടിയൊളിച്ചു. അന്ധകാരത്തിന് പകരം അവരുടെ ദേശം പ്രകാശപൂരിതമായി മാറി. ഇന്നിവിടെ വേദിയിലും ഈ സദസ്സിലും ഇരിക്കുന്ന നിരവധി ആളുകൾക്ക് ജീവിതത്തിന്റെ പിന്നോട്ട് നോക്കിയിട്ട് പറയാൻ കഴിയും, എൻ്റെ ജീവിതം അന്ധകാരമായിരുന്നു, എന്നാൽ ലോകത്തിന്റെ വെളിച്ചമായി യേശുവിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ
എൻ്റെ അന്ധകാരം ഓടിയൊളിച്ചു, ഞാൻ പ്രകാശപൂരിതമായി മാറി. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ ജനനം ഇരുട്ടിലിരുന്നവർക്ക് പ്രകാശം കൊടുത്തതായിട്ട് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നാം തിരുവെഴുത്തിൽ ഉടനീളം വായിക്കുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത് കാരാഗ്രഹ പ്രമാണി എന്ന് പറയുന്ന മനുഷ്യൻ, കേട്ടോടുക, അദ്ദേഹം തൻ്റെ വാളെടുത്ത് തന്നെത്താൻ കൊല്ലാനായി ശ്രമിക്കുകയാണ്. നെഞ്ചത്തിലേക്ക് താഴ്ത്തി ഇറക്കാൻ പോകുന്ന സന്ദർഭം, അഥവാ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭം. തന്നെ നെഞ്ചും വാളും ഏതാണ്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, പോരാ, പാടില്ല, നിനക്കൊരു ദോഷവും ഭവിക്കരുത്, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഞാനിവിടെ ഒരു വസ്തുത പറയട്ടെ, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്. ദൈവദാസന്മാരായ ദൈവമക്കളായ എല്ലാവരും ഇവിടെയുണ്ട്. എന്തിന്? പുനലൂരിലുള്ള ആളുകൾക്ക് വെളിച്ചത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. ആകയാൽ ഇദ്ദേഹം വിളിച്ചു പറയുക, നിനക്കൊരു ദോഷവും വരരുത്, ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെയുള്ളത് കൊണ്ട് നീ ആത്മഹത്യയെ ചെയ്യരുത്. ദൈവദാസന്മാർ ഇവിടെയുള്ളത് കൊണ്ട് പുനലൂരുകാര് ആത്മഹത്യയെ ചെയ്യരുത്. ദൈവമക്കൾ ഇവിടെയുള്ളത് കൊണ്ട് പുനലൂരിലുള്ള യുവതിയുവാക്കൾ പ്രായമുള്ളവരും ആത്മഹത്യ ചെയ്യരുത്. അപ്പോൾ അദ്ദേഹം അടുത്തത് വായിക്കുന്നത് എന്താണ്? ഈ കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ചുകൊണ്ട് പൗലോസിന്റെ അടുക്കലേക്ക് വന്നു എന്നാണ്. വെളിച്ചം ചോദിച്ചുകൊണ്ട്. എന്താണ് അതിൻ്റെ കാരണം? വെളിച്ചത്തിനുള്ള മാർഗം പറഞ്ഞു തരാൻ ഇവിടെ ഞങ്ങളെയുള്ളൂ. ഒരു സത്യം വിളിച്ചു പറയാം, ഞങ്ങളിവിടെ പിക്കറ്റിങ് നടത്തുന്നില്ല, ഞങ്ങളിവിടെ ധർണ നടത്തുന്നില്ല, ഞങ്ങളിവിടെ കല്ലേറുന്നില്ല, ഞങ്ങൾ പൊതുമുതൽ നശിപ്പിക്കുന്നില്ല, ഞങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന ഏക കാര്യം അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ജനത്തെ രക്ഷയുടെ മാർഗം പറഞ്ഞ് വെളിച്ചത്തിലേക്ക് കൈക്ക് പിടിച്ച് കൊണ്ടുവരികയാണ്. ആകയാൽ ഇന്ന് രാത്രിയിൽ ഓർക്കേണ്ട കാര്യം, യേശുക്രിസ്തുവിന്റെ ജനനം അന്ധകാരത്തിൽ ഇരുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. വിവരിപ്പാൻ നിവൃത്തിയില്ല. അന്ധകാരം എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഒന്ന്, ആക്ഷരികമായി ഇരുട്ടിനെ കുറിക്കുന്നു. 2, ആത്മീയമായി ചിന്തിക്കുമ്പോൾ അത് പാപത്തെ കുറിക്കുന്നു. 3, അത് പിശാചിനെ കുറിക്കുന്നു. 4, അത് നരകത്തെ കുറിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു വാചകത്തിൽ പറഞ്ഞു പോകാം. മനുഷ്യൻ ദൈവത്തെ വിട്ടകന്നപ്പോൾ പിശാചിന് അടിമയായി. പിശാചല്ലേ മനുഷ്യനെ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദിവസം തോറും വായിക്കുന്ന വർത്തമാന പത്രത്തിൽ, ദിവസം തോറും കാണുന്ന TV വാർത്തകളിൽ, യൂട്യൂബ് വാർത്തകളിൽ മനുഷ്യൻ എത്രമാത്രം അഴിമതിക്കാരനായി മാറി, എത്ര മ്ലേച്ഛനായി മാറി. മൃഗത്തെക്കാൾ അമ്പേ മനുഷ്യൻ അത് പതിച്ചു പോയില്ലേ? മൃഗത്തെ കുറിച്ച് വലിയ ചിന്തകന്മാര് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ചിരിക്കാൻ കഴിവുള്ള മൃഗമാണ്, ചിന്തിക്കാൻ കഴിവുള്ള മൃഗമാണ്, മനുഷ്യൻ വിദ്യാഭ്യാസമുള്ള മൃഗമാണ്, മനുഷ്യൻ രാഷ്ട്രീയ മൃഗമാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സർവേപ്പള്ളി ഡോക്ടർ രാധാകൃഷ്ണൻ മുൻ പ്രസിഡന്റ് പറഞ്ഞു, മനുഷ്യനെ മൃഗത്തോട് തുലനം ചെയ്യുന്നത് മൃഗത്തോട് ചെയ്യുന്ന കടുങ്കയ്യായിരിക്കുമെന്ന്. കാരണം മൃഗം പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യമാണ് ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഴ വെട്ടിയിടുന്നത് പോലെ സഹജീവികളെ വെട്ടി അരിഞ്ഞു വീഴ്ത്തുവാൻ മടിക്കാത്ത കാപാലികരായ മനുഷ്യരെയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, എന്താണ് കാരണം? പാപത്തിന്റെ അന്ധകാരം അവനെ മൂടിയിരിക്കുന്നു. പിശാചിന്റെ ബലിഷ്ഠമായ കരങ്ങളിൽ അവൻ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പിശാചാണ്. ഈ പിശാചിനെ യേശുക്രിസ്തു വിളിച്ചിരിക്കുന്ന 2 പേരുകളുണ്ട്. ഒന്ന് കള്ളനാകുന്നു, 2 അവൻ കൊലപാതകനാകുന്നു. അവനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ഇന്ന് രാത്രി പറയട്ടെ, അങ്ങനെയുള്ള ജീവിതങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ, അവരുടെ ജീവിതത്തെ വെളിച്ചമാക്കാൻ കഴിയുന്ന ഒറ്റ വ്യക്തിയേയുള്ളൂ. അത് ലോകത്തിന്റെ വെളിച്ചമായ കർത്താവായ യേശുക്രിസ്തുവാണ്. എപ്പസോസ് എന്ന് പറയുന്ന നഗരത്തിലെ വിശ്വാസികൾക്ക് പൗലോസ് ലേഖനം എഴുതിയതാണ് എപ്പേസ്യ ലേഖനം. ആ ലേഖനത്തിൽ അവരെ കുറിച്ച്
5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, കേട്ടോളുക. നിങ്ങൾ മുൻപ് ഇരുളായിരുന്നു, ഇപ്പോൾ നിങ്ങൾ കർത്താവിൽ വെളിച്ചമായിരുന്നു. എന്തായിരുന്നു ഇവരുടെ ഇരുള്? പാപത്തിന്റെ ഇരുള്, വിഗ്രഹാരാധനയുടെ ഇരുള്, അതുപോലെ മന്ത്രവാദത്തിന്റെ ഇരുള്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം പഠിക്കുമ്പോൾ ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സുവിശേഷത്തിന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിലെ കുതിച്ചു കഴിഞ്ഞപ്പോൾ, പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശമയമായ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരെ കുറിച്ച് പറയുകയാണ്, നിങ്ങളിപ്പോൾ കർത്താവിൽ വെളിച്ചമാണ്. അവർക്ക് രൂപാന്തരം വന്നു. ആകയാൽ ഇന്ന് രാത്രിയിൽ മദ്യപാനത്തിലൂടെ, ലഹരി പദാർത്ഥങ്ങളിലൂടെ ജീവിതം കഴിക്കുന്നവരെന്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടല്ലോ. ലഹരി പദാർത്ഥത്തിന്റെ വാഹകനായി ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ നിർത്ത. നിന്റെ ജീവിതത്തിന് രൂപാന്തരം തരാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. പുനലൂരിൽ വന്നിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്, ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്, ഈ സ്റ്റേജിൽ വന്നിട്ടുണ്ട്. ആ വെളിച്ചം നിന്റെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചാൽ ആ ജനനം, ആ ജീവിതം, ആ മരണം, ആ ഉയർപ്പ് നിന്നെ വെളിച്ചമുള്ളവനാക്കി മാറ്റും. കൃപയാൽ എൻ്റെ 19-ാമത്തെ വയസ്സിൽ കേൾക്കുക, ഇരുട്ട് മൂടിയിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് യേശു വന്നത് മുഖാന്തരം എൻ്റെ ജീവിതം പ്രകാശമയമായി, പ്രകാശപൂരിതമായി, ജീവിതം അർത്ഥം കണ്ടെത്തി, ജീവിതം ലക്ഷ്യം കണ്ടെത്തി, ജീവിതത്തിന് രൂപാന്തരം വന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, ഈ ജനനത്തിന്റെ സാധ്യത എന്താണ്? അടുത്തത് പറയുന്നത് അതിൻ്റെ 9-ാം വാക്യത്തിൽ, 10-ാം വാക്യത്തിലാണ്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. യേശുക്രിസ്തുവിന്റെ ജനനം ഭയം മാറ്റുന്നതാണ്. ആർക്കാണ് ഈ ഭയമില്ലാത്തത്? ആർക്കാണ് ഈ ഭയമില്ലാത്തത്? ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ഈ സമയത്ത് പറയാൻ പറ്റുകയില്ല. ചിലർ പറയുന്നത് എനിക്കൊരു ഭയവുമില്ല, എനിക്കാരെയും ഭയമില്ല, ഞാനൊരിക്കൽ അങ്ങനെയൊക്കെ നടന്നതാണ്. എങ്ങനെയൊക്കെ എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ നടന്നതാ, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, എനിക്ക് വലിയ ചങ്കൂറ്റമാണ്. പക്ഷേ ഇങ്ങനെയുള്ളവരുടെ ജീവിതം ദിവസം തോറും കണ്ടാൽ ഇവരെ പോലെ പേടിത്തൊണ്ടന്മാർ വേറെ ഇല്ലെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചത് പണ്ടൊരുത്തം പറഞ്ഞു, പേടിയുള്ളവരൊക്കെ എൻ്റെ ചുറ്റിലും നിൽക്കാൻ, പേടിയുള്ളവരൊക്കെ എൻ്റെ ചുറ്റിലും നിൽക്കാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കാണ് പേടി? ആകയാൽ ഇന്ന് രാത്രിയും ഞാൻ ഓർപ്പിക്കട്ടെ, എല്ലാവർക്കും ഭയമുണ്ട്. ഈ ഭയം എവിടെ നിന്നാണ് വന്നത്? കേട്ടോളൂ, പാപനിമിത്തമായിട്ടാണ്. ഒന്നുകൂടെ ഞാൻ ഏദൻ തോട്ടത്തിലേക്ക് നിങ്ങളെ വേഗത്തിൽ ഒന്ന് കൊണ്ടുപോവുകയാണ്. പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനുഷ്യനിൽ ഭയം വന്നത്. അതുവരെ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഘണ്ടുവിൽ പാപം, ഭയമെന്ന പദമില്ലായിരുന്നു. ദൈവത്തിന്റെ കാലൊച്ച തോട്ടത്തിൽ കേട്ടപ്പോൾ അടുത്തത് മനുഷ്യനെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ഭയപ്പെട്ട് ഒളിച്ചുവെന്നാണ്. ഭയപ്പെട്ട് ഒളിച്ചു. അതിനു മുൻപ് ഭയമില്ല. ദൈവം ഏദൻ തോട്ടത്തിലേക്ക് വന്നാൽ ദൈവത്തിന്റെ ഓരം ചേർന്ന് നടക്കുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ കരം ഗ്രസിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ മുഖത്ത് നോക്കി നടക്കുന്ന മനുഷ്യൻ, ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ. എന്നാൽ ഇപ്പോൾ ദൈവം ഏദൻ പർദീസയിൽ വന്നപ്പോൾ അവൻ ഓടിയൊളിക്കുകയാ. കാരണം അവന്റെ ഭയം. എന്താണ് ഭയത്തിന്റെ കാരണം? പാപം. ആ ഭയത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മരണഭയമാണ്. ആർക്കാണ് ഈ മരണഭയമില്ലാത്തത്? ഞങ്ങൾ പ്രസംഗിക്കുന്നിടത്തൊക്കെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ജനത്തിൽ നല്ലൊരു പങ്കിനും ഇഷ്ടമല്ല. അവർ പറയും, ഇയാൾക്ക് മറ്റൊന്നും പറയാനില്ലേ, മരിക്കും മരിക്കും മരിക്കുമെന്ന്. മരണം മനുഷ്യന് വലിയ ഭയമാണ്. നമുക്കറിയാം, ഈ പുനലൂരൊക്കെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്കൊരു ഗ്രേസ് പീരീഡും കൂടെ തന്നിട്ടുണ്ട്, പക്ഷേ അത് ചിലപ്പോഴേ എടുക്കത്തുള്ളൂ. ഇവിടെ പുനലൂരൊക്കെ പുതിയ പുതിയ ഷോറൂം, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപായി, ഇപ്പം നമ്മുടെ കൺവെൻഷനൊക്കെ നടക്കാത്തത് കൊണ്ട് അധികം വന്നിട്ടില്ല. എന്നാൽ അന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ കാണാതിരുന്ന വൻ കെട്ടിടങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. വഴി തന്നെ ഞാൻ മറന്നുപോയി. ആകപ്പാടെ വലിയൊരു മാറ്റമാണ് പുനലൂർ ടൗണിന് വന്നിരിക്കുന്നത്. കാരണം പുതിയ പുതിയ കടകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കടകളൊക്കെ തുറന്ന് പ്രവർത്തിച്ച സമയങ്ങളിലൊക്കെ
ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കയ്യിൽ പത്രത്തിനകത്ത് വെച്ചുകൊണ്ട് ഒരു ബിഗ് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഞങ്ങളുടെ പുതിയ ഷോറൂം ഇന്ന കടയിൽ ഇന്ന സമയത്ത് ഉദ്ഘാടനം ചെയ്യുന്നു, ഇന്ന ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു. അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആളുകൾ എന്താ പറയുന്നത്? ഇവിടെ ഈ വ്യാപാരം അനുഗ്രഹിക്കപ്പെടാൻ, വർദ്ധിച്ചു വരാൻ ഞാൻ ആശംസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് നാടമുറിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പുനലൂരിൽ ശവപ്പെട്ടിക്കടയില്ലേ? എത്രയോ ശവപ്പെട്ടിക്കട ഇതിനോടകം തുറന്നു പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പുതിയ ഷോറൂം, ശവപ്പെട്ടിയുടെ ഒരു പുതിയ ഷോറൂം ഇത്രാം തീയതി ഇന്ന സമയത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു, നിങ്ങളെ ഏവരെയും ഞങ്ങൾ അങ്ങേട്ട് സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കുകയിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇനി അതിനൊരു ഉദ്ഘാടനം വെച്ചാൽ ഉദ്ഘാടകൻ എന്താ പറയേണ്ടത് ഇതാണ്: അനേകർ മരിക്കാനും അനേക ശവപ്പെട്ടികൾ വിറ്റഴിയപ്പെടാനും ദൈവം ഇടവരുത്തട്ടെ എന്നല്ലേ ആശംസിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചത്, എല്ലാ കടകൾക്കും ഒരു ഉദ്ഘാടന കർമ്മം ഉണ്ടെങ്കിൽ ശവപ്പെട്ടിക്കടയ്ക്കൊരു ഉദ്ഘാടന കർമ്മമില്ല. മനുഷ്യൻ പേടിക്കുകയാണ്. മരണമെന്ന 3 അക്ഷരത്തിൻ്റെ മുൻപിൽ ഏത് വീരനും അവൻ്റെ അരക്കെട്ടിളകുകയാണ്, മുട്ടുകൾ ആടുകയാണ്. അവനിൽ മരണഭയമാണ്. മരണഭയം വിവരിക്കുന്നില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് എത്രയെത്ര പാട്ടുകൾ പാടുന്നുണ്ട്, ഇല്ലേ? എത്ര പാട്ടുകൾ ആട്ടെ. ആ പാടുന്ന പാട്ടിൽ സമയമാൻ രഥത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് പാടുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ. സന്ധ്യാസമയത്തുള്ള കുടുംബ പ്രാർത്ഥനയ്ക്കും പ്രഭാതത്തിലുള്ള കുടുംബ പ്രാർത്ഥനയ്ക്കും നമുക്ക് 125-ാമത്തെ പാട്ട് സമയമാൻ രഥത്തിൽ പാടാമെന്നും പറഞ്ഞുകൊണ്ട് പാടുന്ന ആരുണ്ട്? നമുക്ക് ചിന്ത എന്നാണെന്നറിയാമോ? അത് മരണപ്പാട്ടെന്നാണ്. മരണപ്പാട്ടെന്നും പറഞ്ഞൊരു പാട്ടില്ല. പക്ഷേ നമ്മളതൊക്കെ മരണപ്പാട്ടാക്കിയിരിക്കുക. നമുക്ക് പേടിയാണ്. ഞാൻ വിവരിക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യനെ മരണഭയം ഇങ്ങനെ ക്യാൻസർ പോലെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. മനുഷ്യന് മരിക്കാൻ പേടിയ. മരിക്കാതിരിക്കാനാണ് ചെലവ് ചെയ്ത് അംഗരക്ഷകരെ ആക്കി വെച്ചിരിക്കുന്നത്. അതും ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാം. ആരെങ്കിലും ഒക്കെ ആകട്ടെ, അംഗരക്ഷകരെ ആക്കി വെച്ചിരിക്കുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് മരിക്കാതിരിക്കാൻ. ജീവനെ കൊതിയാണ്. മരണഭയം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മനുഷ്യന്റെ ഭയം എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ഭയമാണ്. എന്താണ് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ഭയം? മരണത്തിന്റെ മറുകരയിൽ നരകത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നരകത്തെ കുറിച്ചുള്ള ഭയം. മരണാനന്തര ജീവിതത്തിൽ എങ്ങോട്ട് പോകുമെന്നുള്ള ഭയം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നരകമുണ്ടെന്ന് യേശു പഠിപ്പിച്ചു. അവിടുത്തെ തീ കെട്ടുപോകുന്നില്ല, അവിടുത്തെ പുഴു ചാകുന്നില്ല. കെടാത്ത തീയും ചാകാത്ത പുഴുവും എല്ലാവരും തീ കൊണ്ടുപ്പെടും. വെളിപ്പാട് പുസ്തകം 20:14-21 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്കു പറയുന്ന ഏവർക്കുമുള്ള യോഹരിയ തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്ര. ഇത് രണ്ടാമത്തെ മരണം. ഒരു നരകം. ആ നരകത്തെ മനുഷ്യൻ ഭയപ്പെടുകയാ. എന്നാൽ യേശുവിൻ്റെ ജനനത്തിങ്കൽ ദൂതൻ പറയുക, ഭയപ്പെടേണ്ട എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ. ക്രിസ്തുവിൻ്റെ ജനനം അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യന്റെ ഭയത്തെ മാറ്റി. എങ്ങനെ മാറ്റി? എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മനുഷ്യനിൽ നിന്നും മരണഭയം മാറ്റാൻ, മനുഷ്യനിൽ നിന്നും നരകഭയം മാറ്റാൻ യേശു ക്രിസ്തു ചെയ്തത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതികളായിരുന്നവരെയൊക്കെയും വിടുവിച്ചുവെന്നാണ് രേഖപ്പെടുത്തുന്നത്. മരണത്തെ നീക്കിയവൻ. ഹല്ലേലൂയ. ഇന്നു രാത്രി എന്റെ വാക്കുകളെ കേൾക്കുന്നവരെ, അവിടുന്ന് മരണത്തെ നീക്കിയതിന്റെ വലിയ പ്രഖ്യാപനമാണ് അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്. 3-ാം ദിവസത്തിന്റെ പുതിയ പ്രഭാതം. യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് യേശുവിനെ അടക്കം ചെയ്ത് വലിയൊരു കല്ലറിയുടെ വാതിക്കൽ ഉരുട്ടിവെച്ച് റോമ ഗവൺമെന്റിന്റെ 7 ഇമ്പീരിയൽ മുദ്ര
മുദ്രകൾ അവിടെ പതിപ്പിച്ച് കനത്ത കാവൽ ശക്തിയെ നിർത്തി. എന്നിട്ട് അന്ധകാര ശക്തികൾ ആക്രോശിച്ചു. യേശുവിന്റെ കഥ അവസാനിച്ചുവെന്ന് ഇനിയും അവന്റെ ശബ്ദം തെരുവീഥിയിൽ കേൾക്കുകയില്ല. പക്ഷേ നമുക്കറിയാം, 3-ാം ദിവസത്തിന്റെ പുതിയ പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിച്ചുകൊണ്ട്, അന്ധകാരത്തിന്റെ കുടീരത്തെ പിളർന്നുകൊണ്ട്, അന്ധകാര ശക്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തുംഗപ്രതാപത്തോട് യേശു ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിലൂടെ യേശു ഒരു വസ്തുത പ്രഖ്യാപിച്ചു. മരണഭയത്തിലും നരകഭയത്തിലും ഇരിക്കുന്ന ജനത്തിന് എൻ്റെ മരണ പുനരുത്ഥാനത്താൽ എന്നേക്കുമുള്ള വിടുതലുണ്ട്. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. സഹോദര, മരണത്തെ ഭയപ്പെടുന്നുവോ? മരണാന്തരമുള്ള നരകത്തെ നീ ഭയപ്പെടുന്നുവോ? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്രിസ്തു നിന്റെ ഭയത്തെ നീക്കിയിരിക്കുക. ആ ക്രിസ്തു ജീവിതത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ വലിയ പ്രത്യാശയിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. പുസ്തകം മടക്കിക്കൊണ്ട് 3-ാമത്തെ സാധ്യതയൂടെ പറഞ്ഞ് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കാം. അതിൻ്റെ 10-ാം വാക്യം തന്നെയാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ 3-ാമത്തെ സാധ്യത. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. മഹാസന്തോഷം. യേശുക്രിസ്തുവിൻ്റെ ജനനം മനുഷ്യകുലത്തിന് മഹാസന്തോഷം ഉളവാക്കി. സന്തോഷമുണ്ടോ? ആർക്കാ സന്തോഷം? ഇവിടെ ആർക്കും സന്തോഷമില്ല. ഭരിക്കുന്നവർക്കും സന്തോഷമില്ല, ഭരിക്കപ്പെടുന്നവർക്കും സന്തോഷമില്ല, ആർക്കും സന്തോഷമില്ല. അതുകൊണ്ടല്ലേ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്? ഞാനൊരു അർത്ഥവിരാമം കൊടുത്തുകൊണ്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. എത്ര വട്ടം കയറ് കയ്യിലെടുത്തിട്ടുണ്ട്, സാരിത്തലപ്പ് കയ്യിലെടുത്തിട്ടുണ്ട്, എത്ര വട്ടം വിഷക്കുപ്പി കയ്യിലെടുത്തിട്ടുണ്ട്. ഇനിയും എനിക്ക് ജീവിക്കേണ്ട, മരിക്കുകയാ. എന്താ കാര്യം? എനിക്ക് സന്തോഷമില്ല, എൻ്റെ കുടുംബത്തിൽ സന്തോഷമില്ല, എനിക്ക് സന്തോഷമില്ല, ഞാനിനിയും ജീവിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നിരവധി പ്രാവശ്യം ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളവർ ഈ ഓഡിറ്റോറിയത്തിലോ പുറത്തോ എൻ്റെ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ അരുത്. ജീവന്റെ മേൽ നിനക്ക് അധികാരമില്ല. ജീവന്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവൻ യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, യേശുക്രിസ്തു സന്തോഷം നൽകുന്നവനാണ്. ദുഃഖം മാറി സന്തോഷം നൽകുന്നവനാണ്. ഞാനൊരു കാര്യം കൂടെ പറയുക. ബേത്ലഹേം, എഫ്രാത്തിലെ ബേത്ലഹേം, ആ ബേത്ലഹേമിലാണ് സന്തോഷം പൊട്ടിപ്പുറപ്പെട്ടത്. പക്ഷെ ഒരു കാര്യം പറയാം, വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പഴയ നിയമത്തിൻ്റെ താളിൻ്റെ പിറകിലേക്ക് വരുമ്പോൾ യാക്കോബ് തൻ്റെ ഭാര്യമാരായ ആ ലേയയും റാഹേലുമായി, കുഞ്ഞുങ്ങളുമായി, മൃഗസമ്പത്തുമായി നടന്ന് സ്വന്തം ദേശത്ത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ നിറവയറോടുകൂടിയാണ് റാഹേൽ നടക്കുന്നത്. യോസേഫിനെ പ്രസവിച്ചു. അടുത്ത കുട്ടി അവളുടെ വയറിലാണ്, വയറ്റിനകത്താണ്, ഗർഭാശയത്തിലാണ്. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് എഫ്രാത്തിലെത്തിയപ്പോൾ, ഹല്ലേലൂയ, കേൾക്കണം, എഫ്രാത്തിലെത്തിയപ്പോൾ പ്രസവ വേദന അവൾക്ക് വന്നിട്ട് അവൾ കുട്ടിയെ പ്രസവിച്ചു. അവന് ബെനോനി എന്ന് പേരിട്ടു. ഈ യാക്കോബ് അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. അടുത്തത് വായിക്കുന്നത് കുട്ടിയെ പ്രസവിച്ച് എഫ്രാത്തിൽ വെച്ച് അവൾ മരിച്ചുവെന്നാണ് രേഖപ്പെടുത്തുന്നത്. അന്ന് എഫ്രാത്തിൽ വലിയൊരു നിലവിളിയുണ്ടായി, അന്ന് എഫ്രാത്തിൽ വലിയൊരു വിലാപമുണ്ടായി, അന്ന് എഫ്രാത്തിൽ ഒരു വലിയ ദുഃഖം തളം കെട്ടിക്കിടക്കുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ എഫ്രാത്തിൽ നിന്ന് ഇതാ കേൾക്കുന്നു, സകല ജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. 30-ാം സങ്കീർത്തനത്തിൽ എന്താണ് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്? അവൻ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, അവൻ്റെ രട്ടടിച്ച് സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാത്സല്യ സഹോദര, സഹോദരി, സ്നേഹിത, ഇവിടെ വന്നിരിക്കുന്ന യുവതി യുവാക്കളെയും മൈക്ക് തെരുവിലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിലോ സമീപത്തോ നിന്ന് കേൾക്കുന്നവരോട് പറയട്ടെ, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കാൻ കഴിയുന്ന, നിന്റെ രട്ടടിച്ച് സന്തോഷം ഉടിപ്പിക്കുവാൻ കഴിയുന്ന, നിന്നെ സന്തോഷത്തിന്റെ വ്യക്തിത്വമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു യേശു, അവിടുത്തെ ജനനം സന്തോഷമുണ്ടാക്കി. സന്തോഷം. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയ കാരാഗ്രഹ പ്രമാണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം വെളിച്ചത്തിൻ്റെ മാർഗത്തിലേക്ക് അയാൾ വന്നു, ആ ജയിലർ വന്നു.
അദ്ദേഹം അതിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വെളിച്ചത്തിലേക്ക് വന്നു. അദ്ദേഹം പാപമോചനം പ്രാപിച്ചു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രകാശമയമായി. അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിൽ സന്തോഷമുണ്ടായി. താനും കുടുംബവും താമസിയാതെ സ്നാനമേറ്റു. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ഈ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും വീടടക്കം ദൈവത്തിൽ ആനന്ദിച്ചുവെന്നാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വീടടക്കം നിനക്ക് ആനന്ദമുണ്ടോ? വീട്ടിൽ സമാധാനമുണ്ടോ? വീട്ടിൽ സന്തോഷമുണ്ടോ? വീട്ടിൽ കടന്നുറങ്ങിയിട്ട് എത്ര രാത്രികളായി? നെടുവീർപ്പ് കൊണ്ട് ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുകയല്ലേ ചെയ്യുന്നത്? എന്നാൽ ഇവിടെ ഇതാ യേശു നിനക്ക് ചോർന്നു പോകാത്ത, തീർന്നു പോകാത്ത, നിലനിൽക്കുന്ന നിത്യമായ സന്തോഷം നൽകാൻ അവിടുന്ന് മതിയായവനാണ്. ആ സന്തോഷത്തെ കുറിച്ച് 4-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സവിശേഷത, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സാധ്യത ഇതുപോലെ ആരാണുള്ളത്? ഇതുപോലൊരു പുരുഷൻ ഏതാണുള്ളത്? ഞങ്ങൾ പലപ്പോഴും പാടുന്ന ഈ ഒരു പാട്ടിൻ്റെ ഈരടി ഇങ്ങനെയാണ്. അത് പാടുന്നില്ല, പാടിക്കുന്നുമില്ല. അതിങ്ങനെയാണ്: എന്തൊരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമാ നിസ്തുലം. വർഷങ്ങളായി പ്രസംഗിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പറയട്ടെ, കഴിഞ്ഞ 48 വർഷമായി, 48 വർഷമായി യേശുവിനെ പ്രസംഗിക്കുക. 2 വർഷം കൂടെ ജീവിക്കാൻ അനുവദിച്ചാൽ ഞാൻ 50 വർഷമാകും. അതിന് എന്നാ ജൂബിലി എന്ന് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും ജൂബിലി ആയിക്കൊള്ളട്ടെ. 48 വർഷമായി ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ഇവിടെ ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ നടന്നു പോകുന്നു. ഇപ്പോൾ പ്രായമാകുന്നു. ഈ പ്രായത്തിലും യാത്ര ചെയ്ത് പ്രസംഗിക്കുകയാണ്. ഞാൻ പറയട്ടെ, എൻ്റെ സ്വതസിദ്ധമായ വാക്കുകളിൽ പ്രസംഗിച്ചിട്ടും എൻ്റെ ആവേശം കെട്ടടങ്ങിപ്പോയിട്ടില്ല. എൻ്റെ വാക്കുകൾക്ക് പഞ്ഞം വന്നിട്ടില്ല. എൻ്റെ കൊതി തീർന്നിട്ടില്ല. വീണ്ടും പ്രസംഗിക്കുവാൻ ഞാൻ കൊതിക്കുകയാണ്. കാരണം ഇവനെ പോലെ ജനിച്ചവനാരുമില്ല, ഇവനെ പോലെ മരിച്ചവനാരുമില്ല, ഇവനെ പോലെ ഉയർത്തവനാരുമില്ല, ഇവനെ പോലെ സ്വർഗാരോഹണം ചെയ്തവനാരുമില്ല, ഇവനെ പോലെ വീണ്ടും വരുന്നവനാരുമില്ലേ. ഈ ക്രിസ്തുവിന്റെ വരവിനാൽ ലോകജനത്തിന് സാധിച്ച സാധ്യതകൾ വേറെ ആരും തന്നിട്ടില്ല. ഇരുട്ടുമാറി പ്രകാശത്തിലേക്ക്, ഭയം മാറി ഭയമില്ലാത്തിടത്തേക്ക്, ധൈര്യത്തിലേക്ക്, പ്രത്യാശയിലേക്ക്, അതുപോലെ ദുഃഖം മാറി സന്തോഷത്തിലേക്ക്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഭയങ്കര സന്തോഷം എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ തുടികൊട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്ന് പറയാം. ഒരു പ്രാവശ്യം പോലും നിരാശയോടുകൂടെ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടുവെന്ന ചിന്തയിൽ ഇരിക്കാനിട വന്നിട്ടില്ല. കാരണം ഈ ലോകത്തിൽ ആരൊക്കെ മാറിയാലും എന്തൊക്കെ മാറിയാലും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ആകയാൽ ഇവനത്രേ രക്ഷിതാവ്, ഇവനത്രേ പാപവിമോചകൻ, ഇവനത്രേ ദൈവം, ഇവനത്രേ മധ്യസ്ഥൻ, ഇവനത്രേ കർത്താവ്, ഇവനത്രേ വീണ്ടും വരുന്നവൻ. ആകയാൽ രക്ഷയ്ക്കൊരു വാതിലിൽ ചെല്ലണ്ട, രക്ഷയ്ക്ക് പണം മുടക്കണ്ട, രക്ഷയ്ക്ക് സമയം ചെലവഴിക്കണ്ട, രക്ഷയ്ക്ക് ശരീരത്തെ ദണ്ഡിപ്പിക്കണ്ട. രക്ഷയ്ക്കായി വാ ഇന്നു രാത്രി ക്രിസ്തുവിങ്കിലേക്ക്. കർത്താവേ, ഞാനൊരു പാപി, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ, എനിക്ക് അങ്ങയെ വേണം. എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് ഇന്ന് രാത്രി തീരുമാനമെടുത്ത് ക്രിസ്തുവുമായി ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ വീട്ടിലേക്ക് പോ, സന്തോഷം അനുഭവിക്കും. ദൈവമക്കളെ, ഈ പ്രത്യാശ നമുക്ക് തന്നതുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ സന്തോഷത്തോടെ വലതുകരം ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ആമേൻ. കർത്താവേ, വേഗം വരണമേ. സ്തോത്രം. അന്ധകാരത്തിലുള്ളവരെ കർത്താവായ യേശു ക്രിസ്തു എന്ന അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്തുവാൻ തിരുവെഴുത്തിനും പ്രകാരം ജനിച്ച്, തിരുവെഴുത്തിനും പ്രകാരം ജീവിച്ച്, തിരുവെഴുത്തിൻ പ്രകാരം ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി, കാൽവരി കുരിശ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തതുപോലെ വേഗം വീണ്ടും വരുന്നു. ഈ നല്ല പ്രത്യാശ നമുക്കേവർക്കും
വീണ്ടും നൽകി തരുവാൻ കർത്തദാസനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഈ സത്യസുവിശേഷം കേട്ട ചിലരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാൻ സ്വീകരിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചമ്മന്തൂർ ക്രിസ്ത്യൻ ബ്രദറൻ സഭയുടെ ക്ഷണം സ്വീകരിച്ച് സന്തോഷമായി കടന്നു വന്ന് അനുഗീതമായ വചനഘോഷണം നടത്തുവാൻ സന്മനസ് കാണിച്ച കർത്തദാസൻ ചാണ്ടപ്പില ഫിലിപ്പിന് അടിങ്ങളുടെ സ്നേഹവും നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ആ സഹോദരൻ ഇവിടെ ആഗ്രഹിച്ചതുപോലെ ദൈവം തുടർന്നും പ്രിയ കർത്തദാസനെ വചനവുമായി സുവിശേഷവുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കടന്നു നിന്ന് അനുഗീതമായ ശുശ്രൂഷ നിർവഹിപ്പാൻ വേണ്ടുന്ന ആരോഗ്യവും ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നൽകി സഹായിപ്പാൻ വേണ്ടി നാം എല്ലാവരും തുടർന്നും പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്നു. നാളെ ഞായറാഴ്ചയാണ്. ഈ കൺവെൻഷൻ യോഗത്തിൻ്റെ സമാപന ദിവസമാണ്. നാളെ വൈകിട്ട് 5:30 മണിക്ക് ഇന്നത്തെ പോലെ ഇവിടെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. അതിനുശേഷം കർത്തദാസൻ PS തമ്പാൻ വചനത്തിൽ നിന്നും ദൈവജനത്തോട് സംസാരിക്കുന്നതാണ്. എല്ലാവരും കടന്നു വരണമേ എന്നപേക്ഷിക്കുന്നു. ആരും ഉപേക്ഷ വിചാരിക്കരുത്. കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരുവാൻ ശ്രമിക്കണമേ എന്നപേക്ഷിക്കുന്നു. ഇപ്പോൾ ഈ യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. കൊട്ടാരക്കരയിൽ നിന്നും കടന്നു വന്നിട്ടുള്ള കർത്തദാസൻ ജോൺ വർഗീസ് ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതും ഇന്നത്തെ യോഗം ഇവിടെ അവസാനിക്കുന്നതുമായിരിക്കും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ചെമ്മന്തൂർ ബ്രദറൻ അസംബ്ലിയിലുള്ള ദൈവജനം അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ അവിടുന്ന് ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ എന്നാ സ്തോത്രം. ഞങ്ങൾ വന്ന സമയം മുതൽ ഈ നിമിഷം വരെയും അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയങ്ങൾക്കിടയായ എന്നാ സ്തോത്രം. ഈ ദേശത്തോട് ശക്തമായ നിലയിൽ അവിടുന്ന് സംസാരിച്ചല്ലോ എന്നാ സ്തോത്രം ചെയ്യുന്നു. സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ആ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന ഇന്ന് രാത്രിയിൽ പ്രഘോഷിക്കുവാൻ അവിടുത്തെ ഭൃത്യനെ അവിടുന്ന് അധികാരപ്പെടുത്തിയല്ലോ എന്നാ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സവിശേഷത, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സാധ്യത, ഈ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് സവിസ്തരം ഇന്ന് രാത്രിയിൽ അവിടുത്തെ ദാസനെ അവിടുന്ന് ഉപയോഗിച്ചല്ലോ എന്നാ സ്തോത്രം. ദേശത്തോട് വളരെ വ്യക്തമായി ശക്തമായ നിലയിൽ ദൈവത്തിൻ്റെ ആലോചന പ്രസ്താവിക്കുവാൻ അവിടുത്തെ ദാസനെ ഉപയോഗിച്ചല്ലോ എന്നാ സ്തോത്രം. കേട്ട ദൈവവചനത്തിന് ആ സ്തോത്രം ചെയ്യുന്നു. ഈ ഓഡിറ്റോറിയത്തിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ തെരുവോരങ്ങളിൽ നിന്ന് ഇരുന്ന് ഈ വചനം കേട്ട എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ അവർ കേട്ട ദൈവവചനം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാനും 30, 60, 100 മേനി ഫലം കായ്ക്കുവാനും ചില ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാനും അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. ആത്മാവിന്റെ നിറവിൽ വളരെ ശക്തമായ നിലയിൽ ദൈവം സംസാരിപ്പാൻ അവിടുത്തെ ദാസനെ ഉപയോഗിച്ചല്ലോ. അതിനാ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവൻ ഓർപ്പിച്ചതുപോലെ 1/2 നൂറ്റാണ്ടോളം സമയം അവിടുത്തെ മഹത്വമാർന്ന വേലയിൽ കർത്താവിനെ സാക്ഷിക്കുവാൻ അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിനെ കുറിച്ച് പറയുവാൻ അവിടുന്ന് കൊടുത്ത വലിയ സാവകാശത്തിനാ സ്തോത്രം. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ആ ദൈവവചനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രസ്താവിക്കുവാൻ അവിടുത്തെ ദാസനെ അവിടുന്ന് ഉപയോഗിക്കുന്നല്ലോ. അതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. വരുന്നാളിൽ ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആവശ്യമായ എല്ലാ ദൈവകൃപ നൽകണമേ. തുടർന്നുള്ള ദിവസങ്ങൾ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൂട്ടി വരുത്തിയ എല്ലാവർക്കുമായ സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരുന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ചെലവഴിപ്പാൻ അവിടുന്ന് തന്ന സാവകാശനാ സ്തോത്രം. വചനം കേട്ട ഏതെങ്കിലും വ്യക്തി ആ നിലയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്വർഗം അറിയുന്നു. അതിനാ സ്തോത്രം. തുടർന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഈ പുല്ലുദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അവിടുന്ന് കൂടെ ഇരിക്കണമേ. കർത്താവേ, ഒരു നാളുകളിൽ സമാധാനത്തോടെ ജീവിപ്പാൻ ഇവിടുന്ന് എല്ലാ സാവകാശവും അവിടെ നൽകി ഈ ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ചെമ്മന്തൂർ ബ്രദറൻ അസംബ്ലി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ കൊടുത്ത വലിയ ആത്മഭാരത്തിനാ സ്തോത്രം. അവിടെയുള്ള എല്ലാ വിശ്വാസികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരെയൊക്കെ തുടർന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ രാത്രിയിലും ഈ സുവിശേഷ യോഗങ്ങൾ ഇവിടെ നടക്കുവാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായ സ്തോത്രം. ഞങ്ങൾക്ക് തന്ന നല്ല കാലാവസ്ഥയ്ക്കായ സ്തോത്രം ചെയ്യുന്നു. മൈക്ക്, ലൈറ്റ്, മറ്റ് ക്രമീകരണങ്ങളിലെല്ലാം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയായ നിലയിൽ പരിജ്ഞാനത്തോടുകൂടെ അത് ചെയ്യുവാൻ ഉപയോഗിക്കുവാൻ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ എന്നാ സ്തോത്രം.
ഈ വചനം കേട്ട എല്ലാവരെയും ഇവിടെ അനുഗ്രഹിക്കണമേ. ഈ ഓഡിറ്റോറിയത്തിലും അതുപോലെ ലൈവായിട്ടും ഈ വചനം കേട്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ജീവിതത്തിലൊക്കെ ഈ വചനം ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. ക്ഷേമത്തോടെ സൗഖ്യത്തോടെ അടിയങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാനും ദൈവത്തിന് നന്ദി പറയുവാനും അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്തോത്രം സകല മാനവ മഹത്വവും അവിടുത്തേക്ക് ഇരിക്കട്ടെ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും വിശേഷാൽ വചനം സംസാരിച്ച ദൈവദാസനോടും ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമാധാനത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. ഹലോ 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 കാൽവരി കുരിശതിന്മേൽ കൈകാൽ വിരിച്ച നാഥൻ, കാൽവരി കുരിശതിന്മേൽ കൈകാൽ വിരിച്ച നാഥൻ, കാരുണ്യമോടെ വിളിച്ചിടുന്നു, വരൂ വരൂ വരൂ. യാഗമായി നിന്റെ പേർക്കായി ദേവാധിദേവസുരൻ, യാഗമായി നിന്റെ പേർക്കായി ദേവാധിദേവസുരൻ. ആ
മിഴിയന്ധമായോ നിൻ കാതു ബധിരമായോ നിൻ മിഴിയന്ധമായോ നിൻ കാതു ബധിരമായോ നിൻ മനം പൂർണ്ണമായി കഠിനമായോ ഇതാ 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 തേടുന്നു സ്നേഹമായി നിന്നെ തഞ്ചാരെ വന്നിടുമോ തേടുന്നു സ്നേഹമായി നിന്നെ തഞ്ചാരെ വന്നിടുമോ ആ നിമിഷമിതേ ഈ ക്ഷണം തള്ളരുതേ രക്ഷയിൻ നിമിഷമിതേ ഈ ക്ഷണം തള്ളരുതേ അക്ഷയ ജീവൻ അനവധിയായി തരും 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 ദൈവത്തിൻ പൈതലായി നീ തീർന്നിടുമോ സഹജ ദൈവത്തിൻ പൈതലായി നീ